വരുമ്പോൾ, പ്രതീക്ഷിക്കാതെ കയറി വരുമ്പോൾ, തോൽവി, പരാജയം, നിങ്ങൾ പറയുന്ന എന്തോ ആയിക്കോട്ടെ, ഏത് കയറി വന്നാലും പറയണം ഇതെനിക്കുള്ളതല്ല, ഇതെന്റെ തലമുറകൾക്കുള്ളതല്ല. നിങ്ങൾ അതിനെ എടുക്കരുത്. ഒരു പ്രശ്നം കയറി വന്നാൽ അയ്യോ എന്റെ കൊച്ചാ ഇല്ല, അവനാ കുഴപ്പമില്ല, അത് അവന്റെ കുഴപ്പമാണ്. ആരുടെ കുഴപ്പം? സാത്താന്റെ കുഴപ്പമാണ്. അവൻ കൊണ്ടുവച്ചിരിക്കുന്നത് എടുക്കരുത്. തലമുറയാ ഞാൻ ചുമന്നു വരുന്ന ശാപം. ആര് ചുമന്നു വരുന്നു? അവൻ കള്ളം പറഞ്ഞ് നിന്റെ മേൽ കൊണ്ട് വച്ചിരിക്കുന്നു. നീ പറഞ്ഞതിനെ സ്ഥാപിക്കുന്നത്. ഒരു ദൂതന് നിങ്ങൾ ആമേൻ പറയോ? പിശാച് കൊണ്ടുവച്ചിരിക്കുന്നത് ഒന്നും നിങ്ങൾക്കുള്ളതല്ല. അവൻ കൊണ്ടുവച്ചിരിക്കുന്നത് ഒന്നും നിങ്ങൾക്കുള്ളതല്ല. ഒന്നുകൂടെ പറയാൻ, അവൻ വച്ചിരിക്കുന്ന ഡിപ്പോസിറ്റുകളൊന്നും നിങ്ങൾക്കുള്ളതല്ല. അവൻ ഒരു രോഗം വച്ചിട്ടുണ്ടെങ്കിൽ പറയരുത് എനിക്ക് രോഗം. നിങ്ങൾക്ക് രോഗമില്ല, അത് അവൻ്റെതാണ്. ഇല്ല, അവൻ കള്ളനാണ്. കള്ളം നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും. പിടിച്ചെടുക്കാൻ റെഡിയാണോ? പിശാച് വെല്ലുവിളിക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ലോകം വെല്ലുവിളിക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? തനിക്ക് ബോധിച്ചവരെ അവൻ തന്റെ വേലയ്ക്ക് വിളിച്ചെടുത്തു. അർത്ഥം, തനിക്ക് വേണ്ടി തനിക്ക് ബോധിച്ചവരെ താൻ സ്വതന്ത്രമാക്കി. അർത്ഥം നിങ്ങളുടെ മുമ്പിൽ ആ ഒരു സീസൺ ഓപ്പണായി കിടക്കുകയാണ്. പിടിച്ചെടുക്കേണ്ടവൻ പിടിച്ചെടുക്കണം. വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല നന്മകളും എവിടെ പറഞ്ഞിട്ടുണ്ട്? ദൈവരാജ്യത്തിനകത്തുണ്ട്. ഈ ദൈവരാജ്യത്തെ എങ്ങനെ പിടിച്ചെടുക്കുന്നു? ബലാത്കാരം ചെയ്ത്. നീ ആരാധിക്കുമ്പോൾ, നീ സ്തുതിക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ നിലനിൽക്കുമ്പോൾ, നീ ദൈവത്തിനെ വിശ്വസിച്ച് അടിയുറച്ച് ഒരൊറ്റ വാക്കെങ്കിൽ ഒരു വാക്ക്, യേശുവേ ഇന്ന് കമോൺ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ അടുത്ത നാളുകളിലേക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടപ്പാ, 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല. എന്നെ അനുഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ രാത്രി, ഇന്ന് ഇതാണ് ദിവസം, ഇന്നാണ് എന്റെ ദിവസം. കമോൺ തമ്പുരാനെ, എന്നെ വിടുവിക്കുന്നെങ്കിൽ ഇന്ന് വിടുവിക്കണം, എന്നെ സഹായിക്കണമെങ്കിൽ ഇന്ന് സഹായിക്കണം. ഓ, രക്ഷ നിങ്കിൽ നിന്ന് വരുന്നെന്ന് എനിക്കറിയാം, വിടുതൽ നിങ്കിൽ നിന്ന് വരുന്നെന്ന് എനിക്കറിയാം. ഓ, എന്നെ സഹായിക്കണമേ. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കാനുള്ളത് മുഴുവനും ഇല്ല. നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചെയ്യുവാനുള്ളത് മുഴുവനും ഇതിനകത്ത് ദൈവം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓ കമോൺ, അതിനുവേണ്ടി നമ്മളൊരു പ്രത്യേകം സെഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ദൈവം ചെയ്യേണ്ടത് അവൻ ചെയ്യുക തന്നെ. ഓ കമോൺ, അവൻ ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ ദൈവത്തിന് സ്പെഷ്യൽ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിന്നെ കണ്ടാൽ ദൈവത്തിനെ കണ്ടതിന് തുല്യമായിരിക്കും. ഇല്ല, മിണ്ടുന്നില്ല. എല്ലാവരും ആമേൻ പറയുന്നില്ലല്ലോ. മക്കളെ, നിങ്ങളെ കണ്ടാൽ ദൈവത്തിനെ കണ്ടതിന് തുല്യമായിരിക്കും. അങ്കിൾമാരെ, ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, നിങ്ങളെ കണ്ടാൽ ദൈവത്തിനെ കണ്ടതിന് തുല്യമായിരിക്കണം. അയ്യോ അല്ല, നിങ്ങളെ കാണുമ്പോഴേ പറയണം, നാട്ടുകാർ പറഞ്ഞു അതുകൊണ്ട് പ്രശ്നക്കാരൻ വരുന്നു എന്നല്ല, പ്രശ്ന പരിഹാരകൻ വരുന്നു എന്ന് പറയണം. ഇല്ല, മിണ്ടുന്നില്ല. എല്ലാവരും ആമേൻ പറയുന്നില്ലല്ലോ. എല്ലാവരും ആമേൻ പറയുന്നു. അയ്യോ പാസ്റ്റർ, നിങ്ങൾ എന്തോ പറയുന്നത്? ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ പറയും? ഞാൻ പറയും, നിങ്ങളുടെ കഷ്ടം ആർക്ക് വേണം? നിങ്ങളുടെ പ്രശ്നം ആർക്ക് വേണം? ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നവും കഷ്ടവും അറിയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് അതിനുള്ള സമയമില്ല. നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. ഇല്ല, മിണ്ടുന്നില്ല. നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. നിങ്ങളെ മാത്രമാണ് ദൈവത്തിന് ആവശ്യം. ഇല്ലായിരുന്നെങ്കിൽ യേശു ഇറങ്ങി വന്നിട്ട് കടൽക്കരയിലേക്ക് നോക്കത്തില്ലായിരുന്നു. ഇല്ല, മിണ്ടുന്നില്ലല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്തവരിലേക്കാണ് യേശു ഇറങ്ങി ചെന്നത്. പഠിപ്പില്ലാത്തവൻ, ലോകം മാറ്റിനവൻ, നാറ്റമുള്ളവൻ. ഓ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലേക്കാണ് എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ കർത്താവിന് എന്ത് ചെയ്യുമായിരുന്നു? അവന്മാർ പിടിച്ച് രാജാവാക്കുമായിരുന്നു. യേശു ഇറങ്ങി വന്നത് രാജാവാകാൻ വേണ്ടിയല്ല, അവൻ രാജാവായതുകൊണ്ടാണ്. അയ്യോ, ഇതെന്തോ ആമേന. യേശു രാജാവാകാൻ ഇറങ്ങി വന്നവനല്ല, യേശു രാജാവായതുകൊണ്ട് വന്നതാണ്. യേശു ദൈവമാകാൻ വേണ്ടി ഇറങ്ങി വന്നതല്ല, യേശു ദൈവമായതുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ദൈവമായതുകൊണ്ട് മാത്രമാണ് മനുഷ്യരുടെ ഹൃദയം അവനെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങളുടെ മേലെ ഒരു ഭയങ്കര പകർച്ച സംഭവിക്കുകയാണ്. ആമേൻ. ഒരു ഭയങ്കര ആത്മപകർച്ച സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. പരിഹാരം ഉണ്ടാകും. ഒരു നല്ലൊരു ആമേൻ പറഞ്ഞേട്ടെ. എന്ന് വെച്ചാൽ
നിനക്ക് നിന്റെ അടുത്ത് ഈ അരമണിക്കൂർ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ കത്തിവെച്ച് നിന്റെ കാതിനെ അറുക്കുന്ന കണക്കിൽ പരിഹാരവും പരിഭവവും ഒന്നും നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിന്നെ കാണുമ്പോൾ തന്നെ കമോൺ, എൻ്റെ കൂടെ ഉണ്ടോ, വല്ലതും പിടികിട്ടുന്നുണ്ടോ? മെസ്സേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളടുത്ത് ഞാനിപ്പോൾ ശരത് പാസ്റ്റർ മെസ്സേജ് ഇപ്പോൾ ശരത് പാസ്റ്റർ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് ഞാൻ വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് പരിഹാരം വന്നു കഴിയും. അതാണ് ഇപ്പോഴത്തെ സീസൺ. ഈ സീസൺ അതാണ്. ഓ ഹല്ലേലൂയ, എൻ്റെ കൂടെ ഉണ്ട്. സാധാരണപ്പെട്ട ജനങ്ങളോട് ഇത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ചോദിച്ചാൽ നിങ്ങളോടാ ഇത് പറയാനുള്ളത്. കാര്യം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ പുത്രൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളോടൊക്കെ പറഞ്ഞ വല്ല പിടുത്തമൊന്നുണ്ടോ നിങ്ങൾക്ക്? അവരോട് പറഞ്ഞതൊന്നും നമുക്ക് ചിന്തിക്കാനോ നമുക്ക് ഊഹിക്കാനോ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം അവനറിയാം നാളകളിൽ ഇവർ മുഖാന്തരമാണ് പട്ടണം പിടിക്കപ്പെടുന്നത്. ഇല്ല, മിണ്ടുന്നില്ലല്ലോ. നിങ്ങളോട് ഇത് പറയുന്നെങ്കിൽ ഓർത്തോണം, നാളകളിൽ എഴുതി വെച്ചോ, നാളകളിൽ പട്ടണം പിടിക്കുന്നത് നിങ്ങളുടെ കൈ കൊണ്ടായിരിക്കും. ഇല്ല, പട്ടണം നേടുന്നത് നിങ്ങളുടെ കാലുകൾ കൊണ്ടായിരിക്കും. ഓ ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ദാഹമുണ്ടോ? പട്ടണം പിടിക്കുമെന്ന് പറഞ്ഞാൽ ദാഹമുണ്ടോ? പട്ടണം നേടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദാഹമുണ്ടോ? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ റീസെൻ്റ്ലി ഈ ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ അടുത്ത് സംസാരിച്ച ഏറ്റവും ഒരു കാതലേറി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഒരു 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ബൈബിളിലെ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച്. കുഞ്ഞുങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ബൈബിളിലെ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ആള്, ഇതിൽ നിങ്ങൾ ഉണ്ടോ നോക്കണം. ഈ 3 പേരിൽ നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ഓർത്തോണം. ഒന്നാമത്തെ ആള്, ദൈവം നേരിട്ട് അനുഗ്രഹിച്ചവൻ. ആരാണ്? പറഞ്ഞാട്ടെ, ദൈവം നേരിട്ട് അനുഗ്രഹിച്ചവൻ. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവം നേരിട്ട് അനുഗ്രഹിച്ചവൻ. നിങ്ങളെ ദൈവം നേരിട്ട് അനുഗ്രഹിച്ചതാണോ? ആണെന്നോ അല്ലെന്നോ? ഉറപ്പുണ്ടോ? എന്നോട് തിരിച്ച് സംസാരിക്കണം എല്ലാവരും. കുഞ്ഞുങ്ങൾ, എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ. പിന്നെ വലിയവർ സംസാരിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, കുഞ്ഞുങ്ങൾ സംസാരിക്കണം. അമ്മേ കേട്ടോ? അപ്പോൾ ദൈവം എന്നെ നേരിട്ട് അനുഗ്രഹിച്ചെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവം നേരിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വിഷയം, ദൈവം നേരിട്ട് അനുഗ്രഹിച്ച വ്യക്തികളെ. നമുക്ക് ബൈബിളിൽ നിന്ന് ഒത്തിരി പേരെ ബൈബിളിൽ എടുത്ത് പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ ഇങ്ങറ്റം വരെ, വെളിപാട് പുസ്തകം വരെ എടുത്ത് നോക്കുമ്പോഴും ദൈവം നേരിട്ട് അനുഗ്രഹിച്ചവരെ കുറിച്ചുള്ളവർ നീണ്ട ലിസ്റ്റ് കാണും അല്ലേ? പറഞ്ഞിട്ട് ദൈവം നേരിട്ട് അനുഗ്രഹിച്ച ബൈബിളിലെ ആദ്യത്തെ വ്യക്തി ആരാണ്? എല്ലാവരും പോയി. ആദ്യം ദൈവം നേരിട്ട് അനുഗ്രഹിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആദം. ആദാമിനെയാണ് ദൈവം നേരിട്ട് ആദാം അങ്ങോട്ട് പോയോ? ദൈവമേ ഒരു 10 അനുഗ്രഹം എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചു പോയോ? ഇല്ല. ദൈവം ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യായിരുന്നു? ആദാമിനെ അനുഗ്രഹിക്കുകയായിരുന്നു. ആദാമിനെ മാത്രമല്ല, ഹവ്വയും കൂടെ എന്ത് ചെയ്തു? അതുപോലെ അനുഗ്രഹിച്ചോ ഇല്ലയോ? അനുഗ്രഹിച്ചു. അപ്പോൾ ഫസ്റ്റ് ബൈബിളിൽ നോക്കുമ്പോൾ നമ്മൾ ആദാമിനെ കാണാൻ പറ്റും. ആദാമിനെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ ആദാം എന്ത് ചെയ്തു? അനുഗ്രഹം നിലനിർത്തിയോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആദാം അനുഗ്രഹം നിലനിർത്താൻ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് കഴിയാതായി. പിന്നെ അടുത്ത ദൈവം അനുഗ്രഹിച്ചത് അതേ അനുഗ്രഹം ഒരാൾക്ക് കൂടെ ദൈവം കൊടുത്തു. ആർക്കാ കൊടുത്തേ? ആദാമിന് കൊടുത്തു. ആദാമിനോട് പറഞ്ഞ അതേ വാക്കുകൾ ദൈവം പിന്നെയും ഒരാളിനോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം എടുത്തു വെച്ച് വായിക്കുമ്പോൾ അവിടെ വിശദം എഴുതി വെച്ചിട്ടുണ്ട്. നോഹയോട് ദൈവം ആദാമിന് പുറമോട് പറഞ്ഞ അതേ സംഭവം തന്നെ നോഹയോട് ദൈവം പിന്നെയും അതുപോലെ പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയി എടുത്ത് വെച്ച് വായിച്ചാൽ മതി, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ധ്യാനിക്കാൻ നിൽക്കുന്നില്ല. നോഹയോടും ദൈവം ആദിയിൽ എന്താണോ സംസാരിച്ചത് അതേ കാര്യം തന്നെ നോഹയോട് പിന്നെ റിപ്പീറ്റ് അഗൈൻ പറഞ്ഞു. അർത്ഥം ദൈവം 2 പ്രാവശ്യം പറഞ്ഞെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി എന്ത് ചെയ്യും? ഭൂമിയിൽ പെരുകണം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. അത് ദൈവത്തിൻ്റെ ശാപമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. അത് 2 പ്രാവശ്യം റിപ്പീറ്റ് അഗൈൻ ബൈബിളിൽ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെയും ഒരാളുടെ അടുത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. ആരെടുത്താ പറഞ്ഞേ? ഇതേ കാര്യം പിന്നെ ഒരാളുടെ അടുത്ത് പറഞ്ഞു. ഉറക്കെ പറ. അബ്രഹാമിനോട് പറയുന്നു. അബ്രഹാമിൻ്റെ അടുത്ത് അതേ കാര്യം തന്നെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞ ആ കാര്യം അബ്രഹാം മുഖാന്തരം നിറവായോ? ഇല്ല, നിറവായില്ല. അതൊന്നും നിറവേറ്റപ്പെട്ടില്ല. അബ്രഹാം കേട്ടു ഇല്ലേ? അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്താ? നേരിട്ട് തെരഞ്ഞു പിടിച്ച് അനുഗ്രഹിച്ചതാണ്. അബ്രഹാം അങ്ങോട്ട് പോയോ? ഇല്ല, അബ്രഹാം അങ്ങോട്ട് പോയില്ല. ദൈവം ഇങ്ങോട്ട് നേരിട്ട് വന്ന് അബ്രഹാമിനെ തെരഞ്ഞ് പിടിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇനി നോക്ക്, അബ്രഹാം കഴിഞ്ഞ് അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്,
അബ്രഹാമിൻ്റെ അതേ പാരമ്പര്യം ചുമന്നു വന്ന ഈസഹാക്കിനെ നിങ്ങളെടുത്ത് നോക്കിയാട്ടെ. ഈസഹാക്ക് അനുഗ്രഹം എന്ത് ചെയ്തതാണ്? ചുമന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ആര് ചുമന്നോ? ഈസഹാക്ക് ചുമന്നു. പക്ഷേ ഈസഹാക്ക് ഫുൾഫില്ലാക്കിയോ? ഇല്ല. ഇനി നോക്ക്, ദൈവം നേരിട്ട് ഇങ്ങോട്ട് വന്ന് അനുഗ്രഹിച്ചവരെ എടുത്താൽ ആരുണ്ട്? ജോസഫ് ഉണ്ട്, ഇല്ലേ? ജോസഫിനെ ദൈവം ഇങ്ങോട്ട് വന്ന് നേരിട്ട് പിടിക്കുകയായിരുന്നു. ആണോ അല്ലയോ? ആണ്. പക്ഷേ കഴിഞ്ഞു, ജോസഫ് കഴിഞ്ഞു. ഇനി നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരികയാണ്. പുറപ്പാടിൽ ആരാ ഉള്ളത്? മോശെ. അതുപോലെ ഇനി നമുക്ക് എളുപ്പമുള്ള ഒരു ഉദാഹരണം വേറെ ഇല്ല. മോശെ ദൈവം നേരിട്ട് തെരഞ്ഞു പിടിച്ച് വളർത്തി വലുതാക്കി ദൈവത്തിന് ആവശ്യമുള്ളവനാക്കി തീർത്തു. ഹല്ലേലൂയ. ഇതിനകത്ത് കുറെ മോശമായിരിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അയ്യോ, എന്തോ ഇത് സന്തോഷമില്ലയോ? ഇതിനകത്ത് കുറെ മോശമായിരിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആമേൻ. കർത്താവ് അതിനായി സഹായിക്കട്ടെ. നാളുകളിൽ ഈ പട്ടണത്തിൽ തല ഉയർത്തി നിൽപ്പാൻ ഈ സഭയിലുള്ള ആൾക്കാരെയും കർത്താവ് അതിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ ബ്ലസ് ചെയ്യുന്നു. ആമേൻ. തുടർന്ന് ഇങ്ങോട്ട് വായിച്ചട്ടെ. ഡേവിഡിനെ ദൈവം പിടിച്ചെടുത്തു. ഞാൻ സ്കിപ്പ് ചെയ്യണം, ഒരുപാട് പേര് പറയാനുണ്ട്. ഞാൻ ഏലിയാവിനുണ്ട്, അല്ലേ? ഏലിയാവിനെ ദൈവം നേരിട്ട് പിടിക്കുകയായിരുന്നു, അനുഗ്രഹിക്കുകയായിരുന്നു. ഏലിയാവ് അങ്ങോട്ട് പോയതല്ല, ദൈവം ഇങ്ങോട്ടൊന്ന് പിടിക്കുകയായിരുന്നു. അതിന് നോക്ക്, ഡേവിഡിനെ അങ്ങോട്ട് പോയതല്ല, ദാവീദിനെ ഇങ്ങോട്ട് തെരഞ്ഞു പിടിച്ചു വന്ന് അനുഗ്രഹിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗവും ഇങ്ങോട്ട് വന്ന് ദൈവം തെരഞ്ഞ് എടുത്തവരാണ്. ഇനി നോക്ക്, യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം യേശുവിനെ ചുമക്കുവാൻ വേണ്ടിയുള്ള സ്ത്രീയെ പോലും ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? തെരഞ്ഞെടുത്തതാണ്. ദൈവം ഇങ്ങോട്ട് വന്ന് അനുഗ്രഹിച്ചതാണ്. ദൂതൻ ഇറങ്ങി വന്നിട്ട് എന്തോ പറഞ്ഞവള്? ശാപം പിടിച്ചവളെ നിനക്ക് വന്ദനമെന്നാണോ പറഞ്ഞേ? അല്ല, പിന്നെ എന്തോ പറഞ്ഞേ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അർത്ഥം, സ്വർഗത്തിലെ ദൈവം കൃപ കൊടുത്തവനെ വന്ദനം എന്ന് പറഞ്ഞാണ് മറിയയോട് സംസാരിച്ച് തുടങ്ങുന്നത് പോലും. എൻ്റെ കൂടെ ഉണ്ടോ? അർത്ഥം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ യേശു വന്നതോടുകൂടെ അനുഗ്രഹം നമ്മുടെ ഇടയിലേക്ക് വന്നു. അബ്രഹാം കണ്ടില്ല, അല്ലേ? ശരിയല്ലേ? അബ്രഹാം കണ്ടില്ല. അബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും. എന്നിട്ട് അബ്രഹാം കണ്ടോ? ഇല്ല. അബ്രഹാം ഒരിക്കലും കണ്ടില്ല. അബ്രഹാമിന് കാണാൻ കഴിഞ്ഞില്ല. അബ്രഹാമിനോട് പറഞ്ഞതേ ഉള്ളൂ. അബ്രഹാം അത് കാണുവാനോ അബ്രഹാമിന് അത് അനുഭവിക്കാനോ കഴിഞ്ഞതായിട്ട് ബൈബിളിലൂടെ കാണുന്നില്ല. അനുഭവിക്കുന്നത് നമ്മളാണ്. അയ്യോ, ഇത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി ആവേശം കാണുമെന്ന്. അനുഭവിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നിങ്ങൾ പറയും, ആശ്രയ ഈ പരിപാടി പറയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കത്തില്ല, ഇതിനേക്കാളൊക്കെ അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞ ഇതിനേക്കാളൊക്കെ നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാത്തിനേക്കാളും അടിപൊളിയാണ്. നിങ്ങൾ നല്ല ആൾക്കാരാണ്, നിങ്ങൾ സമ്പന്നരാണ്. അയ്യോ, അത് പറഞ്ഞപ്പോഴും ആമേനില്ല. ആമേൻ. നിങ്ങൾ സമ്പന്നരാണ്. ദൈവം നിങ്ങളെ സമ്പന്നരാക്കി വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വചനം എന്താ പഠിക്കുന്നത്? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ ഉണ്ടോ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടല്ലോ. എന്നാ അടുത്തിരിക്കുന്ന എൻ്റെ കരം കൊടുത്തിട്ട് പറഞ്ഞിട്ട് സമ്പന്നെ വിളി. പണക്കാരനെ എന്ന് വിളിച്ചാട്ടെ, സമ്പന്നനെ എന്ന് വിളിച്ചാട്ടെ. എന്താ വിളിക്കാൻ മടിയാണോ? എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിച്ചാട്ടെ. അല്ലേ, പിന്നെ എനിക്കത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. അല്ലേ ലൂയ. ശരിയോ തെറ്റോ? നിങ്ങൾ പറ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വചനം പഠിപ്പിക്കുന്നു. ഇപ്പൊ നമുക്കുണ്ടോ ഇല്ലയോ? അപ്പൊ നമ്മൾ ആരാ? കാഴ്ചപ്പാട് മാറണം. നിങ്ങൾക്കറിയോ, സമ്പന്നതയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. സമ്പന്നതയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സമ്പന്നന്മാരുടെ ചിന്ത നിങ്ങൾക്കറിയോ? സമ്പന്നന്മാരുടെ ചിന്ത, പണക്കാരന്മാരെ നമ്മൾ പറയുന്ന വ്യക്തികൾ, അവർ ഒരിക്കലും ദാരിദ്ര്യം സംസാരിക്കത്തില്ല. എന്തുകൊണ്ടാ? അവർക്ക് ദരിദ്രനാവാൻ ഇഷ്ടമല്ല, അവർക്ക് ദാരിദ്ര്യത്തിൽ കിടക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരൊരിക്കലും ഇല്ലായ്മ സംസാരിക്കത്തില്ല. അർത്ഥം, പിറുപിറുക്കത്തില്ല. ഒന്നുകൂടെ പറയട്ടെ, പരിഭവം അവർ പറയത്തില്ല. ഏതെങ്കിലും ഒരു പണക്കാരൻ പരിഭവം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഞാൻ ഇന്നവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എൻ്റെ അറിവിലുള്ള സമ്പന്നന്മാരൊന്നും അങ്ങനെ പറഞ്ഞ് ചരിത്രവും എനിക്കില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. എനിക്ക് തിരുവനന്തപുരം പട്ടണത്തിൽ ഒത്തിരി സമ്പന്നന്മാരെ അറിയാം, നല്ലതുപോലെ അറിയാം. നല്ല സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ ഒരാവശ്യവും പറഞ്ഞ് പോയിട്ടുമില്ല. അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യം പറഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ആരെയും പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ ഒരു ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം, എന്തോ പറ്റി? ഇല്ല, ഉറക്കമില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാനാ സമ്പന്നൻ. നിങ്ങൾ എന്താ ഉണ്ടായിരിക്കുന്നത്? ഇല്ലേ, പറ. കട്ടിൽ കണ്ടാൽ കൂർക്കം വലിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയണം. അയ്യോ, മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ സമ്പന്നനാണ്, അവർക്കതില്ല, നമുക്കതുണ്ട്. പൈസ കൊടുത്താൽ ഇത് കിട്ടുകയില്ലെന്ന്. ഇത് ആരോടാ ഈ പറയുന്നത്? ഹല്ലേലൂയ.
ആ അകത്ത് ഹൃദയ വിശാലത വരണം. ഹൃദയ വിശാലത വരുമ്പോഴാണ് പ്രകാശം കാണാൻ പറ്റുന്നത്. കാര്യം അകത്ത് പ്രകാശം ഒളിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ഞെരുക്കി പിടിക്കുകയാണ്. ഓ, ആരൊക്കെ ചിരിക്കുന്നു എനിക്ക് മനസ്സിലായി. അതൊക്കെ പിന്നെ പൊട്ടട്ടെ, ബന്ധനങ്ങളെല്ലാം പൊട്ടട്ടെ. ആമേൻ. ആരാ പറഞ്ഞേ? എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട്. അങ്ങനെ കുറച്ച് ആമേൻ വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സമ്പന്നനാണ് എങ്കിൽ സമ്പന്നതയെ കുറിച്ച് മാത്രമേ പറയാവൂ, പിറുപിറുക്കാൻ പാടില്ല. ഇസ്രായേൽ ജനം സമ്പന്നരാണോ അല്ലയോ? നിങ്ങൾ പറ. ഇസ്രായേൽ ജനം സമ്പന്നരായിരുന്നു. കാര്യം അവർക്ക് മുൻപും പിമ്പും ദൈവത്തിന്റെ ദൂതൻ ഉണ്ടായിരുന്നു. അവർക്ക് മുൻപും പിമ്പും ദൈവം ഉണ്ടായിരുന്നു. അവർ നനച്ചത് മുഴുവനും അവരുടെ കണ്ണിന് മുമ്പിൽ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ എന്നിട്ടും അവർക്കൊരു തെറ്റുപറ്റി. അവർക്ക് ദാരിദ്ര്യം അവർക്ക് ഇഷ്ടമായിരുന്നു. ഇതെന്റെ വിഷയമല്ല, പക്ഷെ എന്നെ കർത്താവ് ഇവിടെ പിടിച്ചു നിർത്തുന്നു. ദാരിദ്ര്യം അവർക്ക് എന്ത് ചെയ്തു? ഇതെന്റെ വിഷയമല്ല കേട്ടോ, വിഷയമല്ല, പക്ഷേ കർത്താവിനെ പിടിച്ചു നിർത്തുന്നു പറയണം. ദാരിദ്ര്യം അവർക്ക് ഇഷ്ടപ്പെട്ടു പോയി. കാര്യം അവർക്ക് ഉള്ളിയും പറ എന്തൊക്കെയാ അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നേ? ചുവന്ന ഉള്ളി, പഴയ ചുവന്ന ഉള്ളിയും പിന്നെ എന്തൊക്കെയായിരുന്നു അവർക്ക് ഇഷ്ടം? കലത്തിലെ ഇറച്ചിയൊക്കെ അവർക്ക് ഭയങ്കര കൊതിയായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് അവർക്ക് ഭയങ്കര അർത്ഥം. അന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ വീട്. അടിമത്വം നല്ലതാണോ? നിങ്ങൾ പറ. എൻ്റെ വാക്കിൽ ഒരിക്കലും അടിമത്വം നല്ലതായിട്ട് ബൈബിളിൽ ഒരിടവും കാണുന്നില്ല. എൻ്റെ അറിവിലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറ. സെർവൻ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല ജോലിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഞാൻ കർത്താവിൻ്റെ വേലക്കാരൻ. പക്ഷേ ലോകപരമായി നോക്കിയാൽ സെർവൻ്റ് എന്നുള്ള വേല നല്ല ജോലി അല്ല. അർത്ഥം ഒരു അടിമ നല്ല ജോലി അല്ല. നല്ല ജോലി അല്ല. അതൊരു നല്ല സൂചന അല്ല. നമ്മൾ ഒരാളിൻ്റെ അടിമത്വം എന്ന് പറയുന്നത് നല്ല സൂചന അല്ല. അയ്യോ, മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പിന്നെയും കൊതി എന്തുവാണ്? നമ്മൾ പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല ബ്രദറെ, ഒന്നുമില്ല ബ്രദറെ, ഒന്നുമില്ല ബ്രദറെ. 10 പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു നോക്ക്, കയ്യിൽ കാണും. മിണ്ടുന്നില്ലല്ലോ. കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലേലും ഞാൻ പറയും. നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒന്നും കൊടുക്കണ്ട. പൈസ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയത്തുമില്ല. കാര്യം ബൈബിളിൽ അങ്ങനെ ഒരു ടേമുമില്ല. നിങ്ങളിൽ ഉള്ളത് കൊടുക്കാനാണ് പറഞ്ഞു. ഉള്ളത് എന്താ ഉള്ളത്? നിങ്ങളിൽ എന്താ ഉള്ളത്? പറ, അത് കൊടുക്ക്. ബൈബിളിൽ പൈസ കൊടുക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒരിടവും ഇല്ല. നിങ്ങളിൽ എന്താ ഉള്ളത്? അത് കൊടുക്ക്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ പൈസ കൊടുക്കാറ് അധികമായിട്ടും എൻ്റെ കയ്യിൽ ഉള്ളപ്പോൾ കൊടുക്കും. ഉള്ളത് കൊടുക്കും. ഉള്ളത് എന്താണോ അത് കൊടുക്കുക. പൈസ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? മിണ്ടുന്നില്ലല്ലോ. അല്ല, ഞാനിത് പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ചിന്ത എന്തോ വരും? പൈസ കൊടുക്കുന്ന ഇയാൾ പൈസയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പൈസയെക്കുറിച്ച് പറയത്തില്ല. കാര്യം പൈസയെക്കുറിച്ച് ബൈബിളിൽ അങ്ങനെ കാര്യം 2 തരം ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ദൈവത്തെക്കുറിച്ചും ഒന്ന് മാമോനെ കുറിച്ചും. അല്ലേ? യേശു 2 വ്യക്തികളെ കുറിച്ച് ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഒരു ദൈവം ആരാണ്? സാക്ഷാൽ സകലത്തെയും സൃഷ്ടിച്ച ദൈവം. മറ്റൊരു ദൈവം ആരാണ്? മാമോൻ. അർത്ഥം മാമോൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പണം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് നമ്മൾ പണം കൊടുത്താൽ തൃപ്തിയാവത്തില്ല. വീട്ടിൽ പോയി 50-ാം സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയിരുന്ന് വിശദമായിട്ട് എന്ത് ചെയ്യണം? എടുത്തു വെച്ച് വായിക്കണം. 50-ാം സങ്കീർത്തനം എഴുതി വെച്ചോ, കാണാതെ ഒക്കെ പഠിക്കേണ്ട സങ്കീർത്തനമാണ്. 50-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ കാണാതെ പഠിക്കണം. അപ്പോഴും മനസ്സിലാകും ദൈവത്തിൻ്റെ വലിപ്പം എന്താണ്, ദൈവം എന്താ ചോദിക്കുന്നതെന്നുള്ളത്. ആമേൻ. അവിടെ ഒരു വാക്യം എനിക്കിങ്ങനെ ഉണ്ട്: നീ കാള തന്നാൽ എനിക്ക് തൃപ്തിയാവത്തില്ല. കാര്യം എന്താ? ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനാണ്. നീ കോലാട്ട് കൊറ്റനെയൊന്നും കൊണ്ട് തന്നാലൊന്നും എനിക്ക് തൃപ്തിയാവത്തില്ല. കാര്യം നമ്മൾ കൊണ്ടുപോയി കൊടുത്തു ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കുന്നതൊന്നും ദൈവത്തിന് പിന്നെ എന്തുവാ ദൈവത്തിന് തൃപ്തി? ദൈവത്തിന് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അവിടെ പറയുന്നുണ്ട്, തൻ്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ദൈവം വരുന്നു. 50-ാം സങ്കീർത്തനത്തിലുള്ള കാര്യമാണ് പറയുന്നത്. വിശുദ്ധന്മാരെ ചേർപ്പാൻ വേണ്ടി വരുന്ന അർത്ഥം പറ. ആ കൈ ഉയർത്തി പറ, നെഞ്ചത്ത് വെച്ചിട്ട് പറ, എന്നെയാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ പൈസ ദൈവം ചോദിക്കത്തില്ല. സത്യമായി നിങ്ങളുടെ വസ്തു ദൈവം ചോദിക്കത്തില്ല. ഒന്നും ചോദിക്കത്തില്ല. നിങ്ങളെയും ചോദിക്കും, നിങ്ങളുടെ സമയവും ചോദിക്കും. ഓ ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? കാര്യം കിട്ടാത്ത ഒന്നേ ഉള്ളൂ. ഒന്ന് സമയവും, ഒന്ന് ഞാനും. എന്നെ തിരിച്ചു കിട്ടത്തില്ല. പോയതാണ്. സമയവും പോയതാണ്. തിരിച്ചു കിട്ടുകയില്ല. പൈസ ഉണ്ടാക്കാം, അല്ലയോ? പൈസ പോയാൽ എത്ര വേണമെങ്കിലും നമുക്ക് തിരിച്ചുണ്ടാക്കാം. പക്ഷേ കിട്ടാത്ത ഒന്നേ ഉള്ളൂ. അത് എന്നെയും പറ. എന്നെ തിരിച്ചു കിട്ടുകയില്ല. എന്നെയും കിട്ടത്തില്ല, പിന്നെ എന്തോ കിട്ടത്തില്ല, സമയവും കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ ഇത് രണ്ടുമേ കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കാവൂ. ബാക്കിയെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഓ, എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? പറ. ഇപ്പം എന്താ ഉള്ളത്? പറ സിസ്റ്ററെ, തൻ്റെ അടുത്തോടെ പറ. സമയം ദൈവത്തിന് വേണ്ടി കൊടുക്ക്. ഇനി 2, നിങ്ങളുണ്ടോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്ക്. ഇനി നിങ്ങളിൽ വരുന്നത് നിങ്ങൾ കൊടുക്ക്. ഇത് രണ്ടും നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കലവറകളിൽ നിറഞ്ഞു വരിക തന്നെ ചെയ്യും. അയ്യോ, അതൊരു ദൂത. വേണമെങ്കിൽ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. ഞാൻ എന്തെങ്കിലും ആയിട്ട്, ബ്രദർ കേൾക്കണം, ഞാൻ എന്തെങ്കിലും ആയിട്ട് പ്രസംഗിക്കുന്നവനല്ല. ഞാൻ പ്രസംഗിച്ച് ആയാണ് നടക്കുന്നത്. ആമേൻ. നിങ്ങൾക്ക് എൻ്റെ അർത്ഥം മനസ്സിലായോ? തിരുവനന്തപുരത്തായോണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പ്രസംഗിച്ച്
എന്തെങ്കിലും ആയതിനു ശേഷം ഇറങ്ങി പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നത് നേരെ തിരിച്ചാണ്. പ്രസംഗിച്ച് അതിനെ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തിയാ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു ജീവിക്കുന്നവനാണ്. മിണ്ടുന്നില്ലല്ലോ. എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ജീവിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഒരിക്കൽ കൂടെ ഞാൻ പദം പറയാം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത്. എങ്ങനെ വിളിച്ചു വരുത്തുന്നത്? വാ കൊണ്ട് പറഞ്ഞു വരുത്തുന്ന ദൈവത്തിന്റെ മകനും മകളുമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ചിലത് വരും, നമ്മൾ പറഞ്ഞാൽ ഇല്ലാത്ത ചിലത് ഉണ്ടായി വരും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ തൻ്റെ ഇടം ഉണ്ടോ? ആ സമ്പന്നതയെക്കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുക്കുക. ഞാൻ ഒന്ന് ക്ലാസ് എടുക്കുക. സമ്പന്നതയെക്കുറിച്ച്, ഫൈനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് ക്ലാസ് എടുക്കുക. ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്തു തരാം. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. ആമേൻ പറയണം. ഇനി ആരും ദരിദ്രത്തെക്കുറിച്ച് പറയില്ല. നമ്മൾ സമ്പന്നരാണ്. പറഞ്ഞാട്ടെ നമ്മൾ സമ്പന്നരാണ്. അയ്യോ, ഇത് പറയാൻ എന്താ മടി? നമ്മൾ സമ്പന്നനാണ്. ഇല്ലെങ്കിൽ ഇനി മേലെ പാട്ട് പാടും. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാം. മേലെ പാടിപ്പോകരുത് ആ പാട്ട്. ആമേൻ. കാര്യം യേശു കൂടെ ഉള്ളവൻ. അയ്യോ, ഇതെന്തോ ഈ ആവേശമില്ലാത്ത ചർച്ചയായി പോയി. യേശു കൂടെ ഉള്ളവൻ, വിളിച്ചു പറഞ്ഞ ദേശക്കാർ കേൾക്കണം. യേശു കൂടെ ഉള്ളവൻ സമ്പന്നൻ. ആമേൻ. വിശാലും ലോകവും മനുഷ്യരും നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാവരും നിങ്ങളെ എന്തോ ആക്കാൻ നോക്കും, ദരിദ്രനാക്കാൻ നോക്കും. പക്ഷെ യേശു നിന്നെ സമ്പന്നനാക്കാനാണ്. കാര്യം അവൻ സമ്പന്നനാണ്. അവൻ സമ്പന്നനായതുകൊണ്ട് നീയും സമ്പന്നനാണ്. പിന്നെ ഞാൻ പറയുന്നു, നിങ്ങളെ പണക്കാരനാക്കുമെന്ന് യേശു ഒരിടവും പറഞ്ഞിട്ടില്ല, സമ്പന്നനാക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ സമ്പന്നരാകും. ആമേൻ. വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ സമ്പന്നരാകും. ആത്മീകത്തിൽ നിങ്ങൾ സമ്പന്നരാകും. ആരോഗ്യത്തിൽ നിങ്ങൾ സമ്പന്നരാകും. ജീവിതത്തിന്റെ ഉയർച്ചകളിൽ നിങ്ങൾ സമ്പന്നരാകും. ശുശ്രൂഷ തലങ്ങളിൽ നിങ്ങൾ സമ്പന്നരാകും. ദേശത്തിൽ നിങ്ങൾ സമ്പന്നത അനുഭവിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. എന്തൊക്കെയോ തമ്പുരാൻ അതിനകത്ത് വലുത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവ് എന്തൊക്കെയോ ചില കാര്യങ്ങളെ ചിലതിനെ കർത്താവ് ഇങ്ങനെ അടിസ്ഥാനം ഇടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇതിനകത്ത് ഭയങ്കര അടിസ്ഥാനങ്ങൾ വീണുകൊണ്ടിരിക്കുന്ന കർത്താവിനെ ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചു. 12 ശിഷ്യന്മാരും അങ്ങോട്ട് പോയി തെരഞ്ഞെടുത്തല്ല, യേശു തെരഞ്ഞെടുത്തതാണ്. അർത്ഥം യേശു ഇങ്ങോട്ട് വന്ന് അനുഗ്രഹിച്ചു. ഇനി ഒരാളിനെ കൂടെ മാത്രം പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക്ക് വിട്ട് അടുത്ത ആളിലേക്ക് കയറാൻ പോവുകയാണ്. യേശു ഒരാളിനെ കൂടെ അങ്ങോട്ട് പോയി വിളിച്ചു. ആരെയാ? നിങ്ങൾ പറ. 12 ശിഷ്യന്മാർ കഴിഞ്ഞതിന് ശേഷം യേശു അങ്ങോട്ട് പോയി ഒരാളിനെ പിടിച്ചു. ആരാണ്? പൗലോസ് അപ്പോസ്തലനെ യേശു നേരിട്ട് വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ച് തൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റി വെച്ച വ്യക്തിയാണ്. അപ്പൊ ഒന്നാമത്തെ പറയണം, നമ്മുടെ ലൈഫിൽ 3 തരം കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവം നേരിട്ട് അനുഗ്രഹിക്കുന്ന ഒരു തലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. ഇനി 2, ദൈവത്തോട് ചോദിച്ച് മേടിക്കുന്ന അനുഗ്രഹങ്ങൾ. നിങ്ങൾക്ക് എത്ര പേരെ അറിയാം ദൈവത്തോട് അങ്ങോട്ട് പോയി ചോദിച്ച് അനുഗ്രഹങ്ങൾ മേടിച്ച്? എത്ര പേര് നിങ്ങൾക്കറിയാം? എത്ര പേര് നിങ്ങൾക്ക് ബൈബിളിൽ നിന്നറിയാം അങ്ങോട്ട് പോയി ദൈവത്തോട് ചോദിച്ച് അനുഗ്രഹം മേടിച്ച ആൾ? ഹന്ന ചോദിച്ചു. ഗുഡ്, നല്ല കാര്യം. അങ്ങനെ ചിന്തിക്ക്, തല പോയട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അതിനുള്ള വെളിപ്പാടുകളെല്ലാം ഇതിനകത്ത് ഇട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. വരട്ടെ, പുറത്തു വരട്ടെ. ഹന്ന ചോദിച്ചു മേടിച്ചു, അല്ലയോ? പിന്നെ ആരുണ്ട്? പറ. എബ്ബേസ് ചോദിച്ചു മേടിച്ചു. പറ. ഇനി അടുത്താരുണ്ട്? പഴയ നിയമത്തിൽ നിന്ന് കയറി വാ. തലം കേൾക്കുന്നില്ലേ? എത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ട്? എത്ര വർഷമായി? എത്ര പ്രസംഗങ്ങൾ കേട്ടു? പറ. യേശുവിനോട് ദൈവത്തോട് ചോദിച്ചു മേടിച്ചവർ ആരൊക്കെ? ആരൊക്കെ ചോദിച്ചു വാങ്ങിച്ചു? ആരൊക്കെ ചോദിച്ചു? യാക്കോബ് ചോദിക്കുകയല്ലായിരുന്നു. ആൻറ്റി ചോദിക്കുകയല്ലായിരുന്നു. അത് വേറെ ടോപ്പിക്കാ. യാക്കോബിനെ കുറിച്ച് ഞാൻ പറയാം. യാക്കോബ് ചോദിക്കുകയല്ലായിരുന്നു. ഗുഡ്, നല്ല കാര്യം, സൂപ്പർ. ഓക്കെ. ഇനി അടുത്ത ആരുണ്ട്? പഴയ നിയമത്തിൽ ആരുണ്ട് ചോദിച്ചത്? എലീശ ചോദിച്ചു, ഇരട്ടി അഭിഷേകം. അടുത്ത പുതിയ നിയമത്തിലോട്ട് കയറി വാ. ചോദിച്ചവർ യേശുവിനെ കണ്ട എല്ലാവരും ചോദിച്ചു, അല്ലയോ? യേശുവിനെ കണ്ട എല്ലാവരും ചോദിച്ചു. ഞാൻ പറയുന്നത് ശരിയല്ലേ? റൈറ്റ്? ശരിയാ തെറ്റോ? നിങ്ങൾ പറ. യേശുവിനെ കണ്ട എല്ലാവരും യേശുവിനോട് എന്ത് ചെയ്തു? ചോദിച്ചു. യേശു എന്ത് ചെയ്തു? കൊടുത്തോ കൊടുത്തില്ലയോ? ചോദിച്ച എല്ലാവർക്കും കൊടുത്തു. എനിക്ക് പിന്നെ സമയമല്ല. എത്രയായി സമയം? എൻ്റെ കർത്താവ് ഭയങ്കര വേഗത്തിലാണ് പോകുന്നത്. ആമേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുക. നിങ്ങൾ കേട്ടോണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. നല്ല രസത്തിൽ ഇതിന് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടുത്തെ സമയം പോയിട്ട് ഇനി നാളെ പിന്നെ പാസിൻ്റെ അടുത്ത് പറയില്ല സമയം പോയെന്ന് പറഞ്ഞേക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഇത് നോക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് എടുത്തു വെച്ചതാ നോക്കാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. ഇത്രയും വേഗത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല അല്ലേ? കർത്താവേ സ്തോത്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയാലോ, നിങ്ങൾ എഴുതിയിട്ടോളെ. ജനുവരി മാസം ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ തുടങ്ങുന്ന തൊട്ട് ഈ അന്തരീക്ഷം മൊത്തം മാറും. ആരോടാ പറയുന്നത്? അന്തരീക്ഷം മൊത്തം മാറും.
സഭയുടെ അന്തരീക്ഷം മാറുക എന്ന് പറഞ്ഞാൽ പാസ്റ്ററിന്റെ അന്തരീക്ഷം മാറുകയാണ്. പാസ്റ്ററിന്റെ അന്തരീക്ഷം മാറുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അന്തരീക്ഷം മാറുകയാണ്. വിശ്വാസികളുടെ അന്തരീക്ഷം മാറുക എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ അന്തരീക്ഷം മാറുകയാണ്. ഇല്ല, നിങ്ങൾ കേട്ടില്ല, ഒരിക്കൽ കൂടെ വേണമെങ്കിൽ എടുത്തു പറഞ്ഞാൽ, സഭയുടെ അന്തരീക്ഷം മാറുക എന്ന് പറഞ്ഞാൽ ആരുടെ അന്തരീക്ഷം മാറുകയാണ്? പാസ്റ്ററിന്റെ അന്തരീക്ഷം മാറുകയാണ്. അപ്പൊ പാസ്റ്ററിന്റെ ജീവിത ശൈലി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസികളുടെ മേൽ അത് സംഭവിക്കും. വിശ്വാസികളിൽ അത് സംഭവിക്കും. എന്ത് സംഭവിക്കും? ദേശത്തിൽ അത് വെളിപ്പെട്ട് വരും. അയ്യോ, ഹല്ലേലൂയ! അത് നമ്മൾ കാണാൻ പോവുകയാണ്. ഞാൻ വെറും വാക്ക് പറയുന്നില്ല. കർത്താവ് എന്നോട് പറഞ്ഞതിനെ ഞാൻ പറയുന്നു. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് 4 ദിക്കുകളെയും കർത്താവ് പ്രത്യേകം വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് 4 ദിക്കുകളിൽ നിന്നും ഇല്ലാത്ത ചിലതിനെ തമ്പുരാൻ വിളിച്ചു വരുത്തുന്നുണ്ട്. വിശ്വസിക്കുക. ഡിസംബർ തീരുന്നതിന് മുമ്പേ തമ്പുരാന് ചിലത് ചെയ്തെടുപ്പാനുണ്ട്. ദൈവം ചിലത് ചെയ്യും. കർത്താവിന് ഒരു പേരിങ്ങനെ കാണിച്ചു. സുനിൽ എന്ന് പറഞ്ഞിട്ടൊരു പേര് കാണിച്ചു. സുനിലുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്നത്തുണ്ടോ? സുനിൽ എന്ന് പറഞ്ഞ ആരെങ്കിലും അറിയാമോ? സുനിൽ രാജ്, അതാണ് ഫുൾ നെയിം. സുനിൽ എന്ന് പറഞ്ഞ, സുനി എന്ന് പറഞ്ഞ ആരെങ്കിലും, അങ്ങനെ നിങ്ങൾ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. കർത്താവ് അങ്ങനെ ഒരാളിനെ ഇതിനകത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ദൈവം ചില കാര്യങ്ങളെ ഈ സഭയ്ക്കകത്ത് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സമയമുണ്ടെങ്കിൽ അവസാനം പറയാം. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചവൻ, ദൈവത്തോട് അനുഗ്രഹം ചോദിച്ച് വാങ്ങിച്ചവൻ, ചോദിച്ച് മേടിച്ചവൻ. പക്ഷെ ഈ 2 വ്യക്തികളും കോമണാണ്, ഭയങ്കരമായിട്ട് കോമണായിട്ട് നിൽക്കുന്നത്. സർവ്വസാധാരണമായിട്ട് നമ്മളുടെ ഇടയിലുള്ള ആൾക്കാരാണ്, നമ്മളെപ്പോലെ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ ഒത്തിരി കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് മൂന്നാമത്തെ ഒരു സ്വഭാവമുള്ളവർ. അവരിത്തിരി ഭയങ്കര ഡേഞ്ചറസ് ആണ്, അപകടകാരികളാണ്. അടുത്തിരിക്കുന്ന ആളുടെ കരത്തിലൊന്ന് പിടിക്കുക, അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലൊന്ന് പിടിക്കുക, കൈക്ക് പിടിക്കും. മക്കളെ കീബോർഡിലെങ്കിലും തുറ. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിക്കും. ഞാൻ പറയാം പിടിക്കും. എന്നിട്ട് പറ, നിങ്ങൾ അപകടകാരിയാണ്. അയ്യോ, പറഞ്ഞില്ല. നിങ്ങൾ അപകടകാരിയാണ്. നിങ്ങൾ ചുമക്കുന്ന അഭിഷേകം അപകടമുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞു. ആത്മമണ്ഡലം റെഡിയായി കഴിഞ്ഞു. കാര്യം ഇത് സാധാരണ അഭിഷേകമല്ല നിങ്ങൾ ചുമക്കുന്നത്. നിങ്ങൾ ചുമക്കുന്ന അഭിഷേകം മരിച്ചവനെ പറ, ഒരിക്കൽ കൂടെ പറ, മരിച്ചവനെ. 2026 അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ സഭയ്ക്കകത്ത് സംഭവിക്കും. ചുമ്മാതെ വിളിച്ചു പറയുന്നതല്ല, സംഭവിക്കാൻ പോകുന്നത് വിളിച്ചു പറയുന്ന. ഓ കമോൺ, എന്റെ കൂടെ ഉണ്ടോ? മരിച്ചവനെ. അതിവിടെ ആവും, ഇതിവിടെ സ്ഥിരമാകും. നിസ്സാര പരിപാടി ആയിരിക്കും. അയ്യോ, എന്റെ കൂടെ ഉണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതൊരു നിസ്സാര കാര്യമായി മാറും. നമ്മളിവിടെ പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പനി മാറും, അല്ലേ? പക്ഷേ ഇതൊക്കെ നിസ്സാര സംഭവം മാറും. പനിയെക്കാളും നിസ്സാരമാക്കി മാറും. ഓ, എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളിവിടെ പറയും, പാസ്റ്റേ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇത്ര ലക്ഷം കടമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, മക്കൾ പ്രശ്നം, അവരുടെ വീട്ടുകാർ, എല്ലാവരും, സ്വന്തക്കാർ, എല്ലാവരും പ്രശ്നമാണ്. പക്ഷേ ഈ പ്രശ്നം നടുവിരുന്നുകൊണ്ട് ഈ ദൂത് കേട്ടാൽ ആമേൻ പറയാൻ പറ്റും. ഞാൻ പറയണം, ആമേൻ പറയണം. അവിടെ ആമേൻ പറഞ്ഞില്ല, പിന്നെ എവിടെ ആമേൻ പറയണേ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, യേശുവിൻ്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത പറഞ്ഞുതരാം. ഈ കാറ്റും കടലും എവിടെ ഉണ്ട്? കാറ്റും പിന്നെ മഴയും തിരമാലയും എല്ലാം എവിടെ ഉണ്ട്? കടലിലുണ്ട്. അല്ലേ? ശരിയല്ലേ? എല്ലാം ഉണ്ട്. സാധാരണ വള്ളം തുഴയുമ്പോൾ ആ വള്ളം തുഴയുന്നവർ എന്തൊക്കെ എടുത്തോണ്ടു? പറ, എന്തൊക്കെ എടുത്തോണ്ടു? നിങ്ങൾ പറ, എന്തൊക്കെ എടുത്തോണ്ടു? മക്കളെ, എന്തെടുത്തോണ്ടു? പങ്കായം കൊണ്ടു, അല്ലേ? വള്ളം തുഴയാൻ പോകണം, പങ്കായം കൊണ്ടു. ഇനി മീൻ പിടിക്കാൻ പോകണനാണല്ലോ, വലയും കൂടെ എടുക്കും. പക്ഷെ യേശുവിന് ഒരു കുഴപ്പമുണ്ട്. യേശു പങ്കായം എടുക്കല, വല എടുക്കല, തലയണ എടുക്കും. എൻ്റെ കൂടെ ഉണ്ട്. അതാ യേശുവിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത. യേശു വലയും എടുക്കല, പങ്കായം എടുക്കത്തില്ല, തലയണ എടുക്കും. എന്തിനാ? തലയണ വെച്ച് മിണ്ടാതെ കിടന്ന് എന്ത് ചെയ്യും? അതാ യേശുവിന്റെ പ്രത്യേകത. ഇപ്പൊ ചോദിക്കും, പ്രശ്നമല്ലേ? യേശു പറയും, അതൊക്കെ അവിടെ ഇരുന്നോളൂ, ഞാൻ നന്നായി ഉറങ്ങും.
എൻ്റെ കൂടെ ഉണ്ടോ, എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിൽ മുഴുവനും വിളിച്ചു പറഞ്ഞ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. എൻ്റെ കൂടെ ഉണ്ടോ? ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാശകരമായ ലോകത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമത്തെ ആൾക്കാരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മൂന്നാമത്തെ ആൾ ഏറ്റവും ഭയങ്കര അപകടകാരിയാണ്. അവൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ ദൈവത്തോട് ചോദിക്കാനും നിൽക്കത്തില്ല, ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല, അവൻ പിടിച്ചെടുക്കും. ഒന്നുകൂടെ ഞാനത് പറയാം, നിങ്ങൾക്ക് മനസ്സിലായില്ല. അയാൾ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയല്ല. ദൈവം അനുഗ്രഹിക്കാം, അടുത്ത 20ാമത്തെ വർഷത്തിൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ ആമേൻ പറഞ്ഞ് കാത്തു നിൽക്കില്ല. തെളിവ് തരാം, ബൈബിളിൽ തെളിവുണ്ട്, ഞാൻ എടുത്തു തരാം. ഒരു അരുവേ ഞാൻ വരിക. അയാൾ കാത്തിരിക്കില്ല, അയാൾ കാത്തു നിൽക്കില്ല. ദൈവം ഒരു 20 വർഷം കഴിഞ്ഞിട്ട് അനുഗ്രഹിക്കാം, 20 വർഷം കഴിഞ്ഞിട്ട് അനുഗ്രഹം ഞാൻ ചുമക്കാം എന്ന് പറയാൻ അയാൾക്ക് മനസ്സില്ല. അങ്ങനെയുള്ള വ്യക്തിയാണോ നിങ്ങൾ? ഹല്ലേലൂയ. അയാൾ ദൈവം അനുഗ്രഹിക്കാനും കാത്തിരിക്കില്ല, ദൈവത്തോട് ചോദിക്കാനും നിൽക്കില്ല. പിന്നെ എന്തോ ചെയ്യും? പറ, തൻ്റെ അടുത്തോടെ വിളിച്ചു പറ, പിടിച്ചു വാങ്ങിക്കും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പറ, എന്തോ ചെയ്യും? റെഡിയാണോ? ഈ രാത്രി ചിലത് പിടിച്ചു വാങ്ങിക്കാൻ റെഡിയാണോ? ഇനി ആ മെസ്സേജ് തുടങ്ങുന്നത് ഇത്രയും നേരം ഉള്ളത് എന്തായിരുന്നു? പ്ലാറ്റ്ഫോം ഇടുകയിലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ നിൽക്കാനുള്ള സ്ഥലം കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പിടിച്ചെടുക്കാൻ റെഡിയാണോ? പിടിച്ചെടുക്കാൻ റെഡിയാണോ? പിശാച് വെല്ലുവിളിക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ലോകം വെല്ലുവിളിക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ഞാൻ ചിലത് കാണുന്നുണ്ട്. വെല്ലുവിളിക്കുന്ന ചിലതിനെ കീഴ്പ്പെടുത്തുന്ന ഒരു അഭിഷേകം. ആരുടെ മേൽ ഭയങ്കരമായിട്ട് അത് വീഴുകയാണ്. ആരുടെ മേൽ അത് ഭയങ്കരമായിട്ട്. കുഞ്ഞുങ്ങൾ മുതൽ അത് ആക്ടിവേറ്റ് ആവുന്നു. Receive the fire of the Holy Ghost. പരിശുദ്ധ ആത്മാവിന്റെ തീ. ശാരബാന ദാധാരബാനിയാസ്യ. holy 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 holy. ശബാരബാന ഹദലമാനിയാന്റെ. എനിക്ക് അങ്ങനെ ആരാധിച്ചു കൊണ്ട് പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചവിട്ടി പിടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? പിടിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? പിടിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? പിടിച്ചെടുക്കാൻ റെഡിയാണോ? എടാ, യേശു എന്താ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞേ? യേശു എന്താ പറഞ്ഞേ? പിശാച് പിടിച്ചിരിക്കുന്ന എൻ്റെ മക്കളെ ഞാനല്ലെങ്കിൽ പിന്നെ ആരാ വിടുവിക്കേണ്ടത്? അർത്ഥം പിശാചിന്റെ കയ്യിലിരുന്ന നമ്മളെ പറ. ദൈവം യേശു ചോദിക്കാൻ പോയ, പിശാചെ നീ എനിക്കൊന്ന് വിട്ടുതാടാ, പറ. ചോദിക്കാൻ പോയോ? പിന്നെ എന്തോ ചെയ്തത്? അവൻ ഇഷ്ടമുള്ളവരെ അവൻ പിടിച്ച് പുറത്തെടുത്തു. അങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ബോധിച്ചവരെ, തനിക്ക് ബോധിച്ചവരെ. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ഒരു അഭിഷേകം ഇതിനകത്ത് ഭയങ്കരമായിട്ട് വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. തനിക്ക് ബോധിച്ചവരെ അവൻ തൻ്റെ വേലയ്ക്ക് വിളിച്ചെടുത്തു. അർത്ഥം തനിക്ക് വേണ്ടി തനിക്ക് ബോധിച്ചവരെ താൻ സ്വതന്ത്രമാക്കി. അർത്ഥം 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 നിങ്ങളുടെ മുമ്പിൽ ആ ഒരു സീസൺ ഓപ്പണായി കിടക്കുകയാണ്. പിടിച്ചെടുക്കേണ്ടവൻ പിടിച്ചെടുക്കണം. രോഗം ചുമക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, രോഗിയായിരിക്കാനല്ല. രോഗിയായിരിക്കാൻ നിന്റെ മേൽ നിയോഗമില്ല. പിശാചിന്റെ കള്ളം കേൾക്കരുത്. രോഗിയായിരിക്കാൻ നിനക്ക് നിയോഗമില്ല. നീ രോഗിയല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ദൂതന് നിങ്ങൾ ആമേൻ പറയോ? പിശാച് കൊണ്ടുവച്ചിരിക്കുന്നത് ഒന്നും നിങ്ങൾക്കുള്ളതല്ല. എൻ്റെ കൂടെ ഉണ്ടോ? അവൻ കൊണ്ടുവച്ചിരിക്കുന്നത് ഒന്നും നിങ്ങൾക്കുള്ളതല്ല. ഇനി ഒന്നുകൂടെ പറയാൻ, അവൻ വച്ചിരിക്കുന്ന ഡിപ്പോസിറ്റുകളൊന്നും നിങ്ങൾക്കുള്ളതല്ല. അവൻ ഒരു രോഗം വച്ചിട്ടുണ്ടെങ്കിൽ പറയരുത് എനിക്ക് രോഗം. നിങ്ങൾക്ക് രോഗമില്ല, അത് അവൻ്റെതാണ്. ഇല്ല, അവൻ കള്ളനാണ്. കള്ളം നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? തലമുറയാ ഞാൻ ചുമന്നു വരുന്ന ശാപം ആര് ചുമന്നു വരുന്നു? ആര് ചുമന്നു വരുന്നു? അവൻ കള്ളം പറഞ്ഞ് നിന്റെ മേൽ കൊണ്ട് വച്ചിരിക്കുന്നു. നീ പറഞ്ഞതിനെ സ്ഥാപിക്കില്ലേ? ഹല്ലേലൂയ ഹല്ലേലൂയ.
പറഞ്ഞു നമ്മൾ പിന്നെയും ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അതിനെ സ്ഥാപിക്കുകയാണ്. ശരിയോ തെറ്റോ? നിങ്ങൾ പറ. നമ്മൾ അതിനെ 10 പ്രാവശ്യം പറയുമ്പോൾ അത് ശരിയായി മാറുന്നു. യഥാർത്ഥത്തിൽ അത് ശരിയോ തെറ്റോ? തെറ്റ്. പച്ചക്കള്ളം. അവൻ പച്ചക്കള്ളം നമ്മളെ കൊണ്ട് സത്യമാക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഒരു തിന്മ കൊണ്ടുവച്ചാൽ, അവൻ ഒരു പ്രശ്നം വീട്ടിനകത്ത് കൊണ്ടുവച്ചാൽ പറയരുത് ഇതെനിക്കുള്ളതല്ല. പറഞ്ഞു നോക്കൂ, ഒറ്റ വാക്ക് പറയും, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, ഇതെനിക്കുള്ളതല്ല. വീട്ടിൽ അടിപൊളി, വീട്ടിൽ പ്രതീക്ഷിക്കാതെയുള്ള പ്രശ്നങ്ങൾ, വഴക്കതക്കങ്ങൾ, വഴക്കെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതിൽ പറയുന്നത് ഇത് എൻ്റെ കുടുംബത്തിലുള്ളതല്ല, എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പിന്നെ ഇങ്ങനെ അല്ലാതെ നിങ്ങൾ എങ്ങനെയാ പിശാചിനെ ജയിക്കാൻ പോകുന്നത്? വാക്കിലൂടെ അല്ലാതെ പിന്നെ നിങ്ങൾ എങ്ങനെയാ ജയിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. പ്രവൃത്തി കൊണ്ടല്ലാതെ നിങ്ങൾ എങ്ങനെയാ ജയിക്കാൻ പോകുന്നത്? പറയണം ഇത് എനിക്കുള്ളതല്ല. ഒരു പ്രതികൂലം വീട്ടിനകത്ത് കയറി വരുമ്പോൾ, പ്രതീക്ഷിക്കാതെ കയറി വരുമ്പോൾ, തോൽവി, പരാജയം, നിങ്ങൾ പറയുന്ന എന്തോ ആയിക്കോട്ടെ, ഏത് കയറി വന്നാലും പറയണം ഇത് എനിക്കുള്ളതല്ല, ഇതെന്റെ തലമുറകൾക്കുള്ളതല്ല. നിങ്ങൾ അതിനെ എടുക്കരുത്. ഒരു പ്രശ്നം കയറി വന്നാൽ അയ്യോ എൻ്റെ കൊച്ചാ ഇല്ല, അവനാ കുഴപ്പമില്ല, അത് അവന്റെ കുഴപ്പമാണ്. ആരുടെ കുഴപ്പം? സാത്താന്റെ കുഴപ്പമാണ്. അവൻ കൊണ്ടുവച്ചിരിക്കുന്നത്. എടുക്കരുത്, പറയരുത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ അവൻ പറയുന്ന പാട്ടിന് കോറസ് പാടാൻ നിൽക്കരുത്. അവൻ പറയുന്ന കാര്യത്തിന് ആമേൻ പറയാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ഒരുത്തൻ ഒരു തിന്മ പറഞ്ഞാൽ അതെ ബ്രദർ എന്ന് പറയരുത്. പറഞ്ഞു വിട്ടേക്കണം. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് വല്ലതും പിടികിട്ടണുണ്ടോ? എൻ്റെ കർത്താവ് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ തിരിച്ചുവിടിയാണ്. ആ മെസ്സേജിലോട്ട് പോലും കയറാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് തിരിച്ചുവിടുന്നത് എന്ന് വെച്ചാൽ ഈ കൊച്ചിനെ കുറിച്ച് ഒരുത്തന്നെ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചോ, ഞാൻ തന്നെ എന്നല്ല എന്ന് പറയരുത്. എന്ന് വെച്ചാൽ അവനത് പറയുന്നതിന് അതെ തന്നെയാണോ എന്ന് പോലും ചോദിച്ചാൽ ഞാൻ അവന് കൂട്ടാളിയാണ്. മിണ്ടുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾക്ക് പറ്റിപ്പോകുന്ന അബദ്ധം പറയണേ. ഞാൻ വിശുദ്ധനായോണ്ടല്ല പറഞ്ഞത്, നമ്മൾ ഈ കുഴപ്പത്തിൽ നിന്നാ കയറി വരണേ. അയ്യോ എൻ്റെ കൂടെ ഉണ്ടോ? അല്ലേ, നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഒരുത്തനെ കൂട്ടുകാർ, നമുക്ക് വേണ്ടപ്പെട്ട ഒരുത്തനെ കുറിച്ച് ഒരുത്തനെ അപവാദം പറഞ്ഞാൽ നമ്മൾ എന്തോ പറയും? തന്നെ അല്ലേ? ചോദിക്കത്തില്ല. ശരിയാണ്, അതെ. എൻ്റെ ചോദിക്കും, ഇങ്ങനെ പോയാൽ അവൻ അങ്ങനെ പോകത്തില്ലേ? അവൻ ഈ പോക്കാണെങ്കിൽ അവൻ നശിക്കത്തില്ലേ? നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും? അങ്ങനെ നശിക്കത്തില്ലെന്ന് പറയും, അതേന്ന് പറയൂ. അതെ, ഈ പോക്ക് പോയാൽ അവൻ എന്ന് നമ്മൾ അതേ പറയും. അതെയാണ് അവൻ പിടിക്കുന്നത്. എന്ന് വെച്ചാൽ ലവൻ പറഞ്ഞ കുഴപ്പം നമ്മൾ അംഗീകരിച്ചു. ഇല്ല, മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഈ ഇതൊന്നും ഇല്ലാതെ ഒരു സെഷനൊക്കെ വയ്ക്കണം കേട്ടോ. ഞാൻ വരാം. നല്ലൊരു അന്തരീക്ഷം ഇതിനകത്ത് കിടപ്പുണ്ട്. നല്ലൊരു അന്തരീക്ഷമുണ്ട്. എനിക്കറിയാം ചിലതൊക്കെ പൊട്ടി മാറണുണ്ട്. നിങ്ങൾക്കറിയാം, സാന്നിധ്യം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ പൊട്ടി മാറുകയാണ്. പൊട്ടി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീഡം ആവുകയാണ്, നമുക്ക് സ്വാതന്ത്ര്യം വരികയാണ്. വള്ളം എത്ര തുഴയും. വള്ളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. വള്ളം തുഴയാൻ പറ്റും അല്ലേ? ഒരിടത്ത് കെട്ടിയിട്ടാലും തുഴയാൻ പറ്റും. ശരിയോ തെറ്റോ? കെട്ടിയിട്ടാലും തുഴയാൻ പറ്റും. പക്ഷേ തുഴച്ചിന് മാത്രമേ കാണുള്ളൂ. ഈ സാധനം മുന്നോട്ട് പോവുകയില്ല. തുഴയണുണ്ട്. ഇപ്പം എവിടെ ഇരിക്കുന്നത്? വള്ളത്തിലാണ് ഇരിക്കുന്നത്. എന്തുണ്ട്? പങ്കായമുണ്ട്. തുഴയുന്നുണ്ട്. ഇപ്പം എഫേർട്ട് എടുക്കുന്നു, നല്ലപോലെ എഫേർട്ട് എടുക്കുന്നു. ഇപ്പം എത്ര സമയമായി? 5 മണിക്കൂറായി. ശരിയാ? അല്ലെങ്കിൽ കുറേ നാളായി. തുഴയുന്നുണ്ട്, പക്ഷെ അനങ്ങുന്നില്ല. എന്താ? കെട്ട്. മിണ്ടുന്നില്ലല്ലോ. എന്താ? കെട്ട്. ആര് കെട്ടി? അറിയല. ആരോ വന്ന് പ്രൈസ് ഗോഡ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഈ കെട്ടങ്ങ് പൊട്ടിയാൽ എളുപ്പമായി. ഹല്ലേലൂയ. അർത്ഥം ഞങ്ങളല്ല പൊട്ടിക്കുന്നത്, സാന്നിധ്യമാണ് പൊട്ടിക്കുന്നത്. വചനം വെളിപ്പെടുമ്പോൾ, എൻ്റെ കൂടെ ഒന്ന് നിങ്ങൾ അതിന് ആമേൻ പറയണേ. വചനം വെളിപ്പെടുമ്പോൾ അർത്ഥം വചനം എന്താണ്? വാളാണ്. വാൾ എന്തോ ചെയ്യും? ചങ്ങലെ, കെട്ടുകളെ. എൻ്റെ കൂടെ ഉണ്ടോ? അത് നമ്മൾ പോലെ അറിയാതെ ഇത് വചനം കേൾക്കുമ്പോൾ പൊട്ടും. ചിലത് പൊട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ചിലത് ആത്മമണ്ഡലത്തിൽ പൊട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷത്തിലോട്ട് I break every yoke in the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ നുകങ്ങളെയും പൊട്ടിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഇച്ചിരി കുഴപ്പം പിടിച്ചവൻ. കാര്യം ഞാൻ ചുമക്കുന്ന അഭിഷേകം ഇച്ചിരി കുഴപ്പമുള്ളതാ. അത് ഇത്തിരി എനിക്ക്, നമുക്കല്ല കുഴപ്പം, മറ്റേ ആൾക്ക് ഇത്തിരി കുഴപ്പമുള്ളതാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേട്ട് കേൾവിയുണ്ടോ? ഇങ്ങനെ
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള പെങ്കൊച്ചുങ്ങളെ വിവാഹം കഴിച്ചവരെ നിങ്ങൾ എത്ര പേരെ അറിയാം? എത്ര പേരെ അറിയാം? എനിക്ക് അങ്ങനെ ഇച്ചിരി കുഴപ്പമുണ്ട്. ഞാൻ ഇവക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചു എന്നാൽ എവളെ കെട്ടണുള്ളൂ, വേറെ ഒരുത്തിയെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം. എനിക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. കാര്യം അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താലേ ദൈവം ചിലതൊക്കെ എൻ്റെ കൂടെ ഉണ്ടോ? ബൈബിളിൽ തീരുമാനങ്ങൾ മാറ്റിയവരുടെ മുമ്പിൽ മാത്രമേ സ്വർഗ്ഗം ഇറങ്ങി വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തുള്ള ചില ചിന്തകൾ കൊണ്ടുവന്നവർ, അതാണ് സ്വർഗത്തിന്റെ ചിന്ത. ആ ചിന്ത കൊണ്ടുവന്നവരെ അല്ലാതെ ദൈവം അനുഗ്രഹിച്ചിട്ടില്ല. ഹല്ലേലൂയ. സത്യസന്ധമായിട്ട് പറയാൻ വേണമെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി. അവർക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, അവർക്ക് സ്വന്തമായിട്ട് ഭവനം പോലും ഇല്ല. കാര്യം അവളെ ചികിത്സിക്കാനും അവളുടെ ചേച്ചിയുടെ കല്യാണമൊക്കെ നടത്താൻ വേണ്ടി അതെല്ലാം എന്ത് ചെയ്തു, അവളെ ചികിത്സിക്കാനും മന്ത്രവാദത്തിനുമായിട്ടൊക്കെ ഒത്തിരി എല്ലാം വിറ്റ് തൊലച്ചു. എല്ലാം അവർക്ക് കാണാനൊക്കെ നല്ല പ്രൗഢിയുണ്ട്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ചിലർക്ക് എത്ര ഉണ്ടെങ്കിലും കണ്ട ഒരു മെനയെ കാണുകയല്ലേ, അല്ലയോ? അതാ പ്രശ്നം. പക്ഷേ ചിലരെ ഒന്നും കണ്ടില്ല. അവിടെയൊക്കെ ശരത് പാസിനെയൊക്കെ കണ്ടാൽ എന്തോ കോടീശ്വരൻ എന്നല്ലേ തോന്നുന്നുള്ളൂ. കാരണം ഞാൻ ഈ ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണണം വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എന്തോ അണ്ടാക്ക അമേരിക്ക എന്നൊക്കെ വന്നിരിക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചു. ആമേൻ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആമേൻ. ആ പേരങ്ങനെ തന്നെ ഇരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇയാൾക്ക് പോസ്റ്റർ ഞാൻ പണ്ട് 2018-19 ആ സമയത്ത് 19 സമയത്തിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ശരത് പാസിൻ്റെ പോസ്റ്ററൊക്കെ കാണുന്ന സമയത്ത് ഇയാളൊക്കെ നമുക്ക് കാണാനെങ്കിൽ കിട്ടുമോ? കാര്യം അവിടെ ഇവിടെയൊക്കെ അങ്ങ് നിരത്തി ഒട്ടിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇയാളൊക്കെ ഇനി എന്ന് കാണാൻ പറ്റുമോ എന്തോ. ഇന്ന് ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അത് അഭിഷേകമാണ്. ഒന്നുമില്ല കയ്യിലെടുക്കാൻ ചോദിച്ചാൽ ഒന്നും കാണുകയില്ല, പക്ഷെ എല്ലാം ഉണ്ട്. കണ്ടല്ലോ, അത് അങ്ങനെയാണ്. അപ്പോൾ അതാ നമുക്ക് ആവശ്യമുള്ളത്. ആമേൻ. അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം ജീവിതത്തിൽ. എപ്പോഴും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനെ കാണാത്ത ചിലതിനെ തീരുമാനം എടുക്കണം. എനിക്കങ്ങനെ കർത്താവിനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യാൻ പറയും. ഞങ്ങളെ കേട്ടോ, കാണാത്ത ചില തീരുമാനങ്ങൾ എടുക്കണം. കാണുന്ന ചില തീരുമാനങ്ങളല്ല, കാണാത്തത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാര്യം നീ തീരുമാനം എടുക്കുമ്പോൾ നീ അല്ല എടുക്കുന്ന, സ്വർഗമാണ്. അതുകൂടെ എപ്പോഴും ഓർത്തേക്കണം. നീ ഒരു കാര്യത്തിന് വേണ്ടി കാൽ വയ്ക്കുമ്പോൾ, നിങ്ങൾ ആരിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? ദൈവത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? ദൈവത്തോട് കൂടെ ഇരിക്കുന്ന നീ തീരുമാനം എടുത്താൽ ആരെടുത്തതിന് തുല്യമാണ്? പറ. ദൈവം എടുത്തതിന് തുല്യമാണ്. അപ്പോൾ ആര് കൂടെ ഉണ്ട്? ആരും കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാമല്ലേ ഈ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും വന്നാട്ടെ. ഈ മൂന്നാമത്തെ ആളുകൾ ഇത്തിരി ഡേഞ്ചറസ് ആണ്. അവരുടെ ഒരു പ്രശ്നമുണ്ട്. അവരെന്ത് ചെയ്യും? ഇല്ലാത്തതിനെ പിടിച്ചെടുക്കും. ഇപ്പൊ പറയും നിനക്കിപ്പോ ഒന്നും നേടാൻ അനുവാദമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പറയും, പിന്നെ അതങ്ങ് എവിടെ ചെന്ന് പറഞ്ഞാൽ മതി, എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ മതി, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാനിത് ഇന്ന് കൊണ്ടേ റെഡിയാണോ? എവിടെയാ? നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും പിശാചും അടക്കം എല്ലാം. ചിലപ്പോൾ ഇനി പോട്ടപ്പ സ്വർഗം വരെ പറയും, ഈ സമയത്ത് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റില്ലെന്ന് ചിലപ്പോൾ സ്വർഗം വരെ പറഞ്ഞെന്ന് വന്നേക്കാം. പക്ഷെ നീ പറയണം, ഇല്ല ഞാനിന്നും കൊണ്ടേ പോവുള്ളൂ എന്ന് പറയും. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ റെഡിയാണോ അതിന്? അത് ഇതുവരെയും ബൈബിൾ പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വേഗം വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമ്മളിപ്പോൾ നിർത്തുക, 2 മിനിറ്റ് കൊണ്ട് നിർത്തും. ഉൽപ്പത്തി പുസ്തകം. ബോറടിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആർക്കും ബോറടിക്കുന്നില്ല. 10 മണി വരെ പോവല്ലേ? ഉൽപ്പത്തി പുസ്തകം. ജീസസ്. 32-ാമത്തെ അധ്യായം, അതിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ. ആരെങ്കിലും ഒരാൾ വായിക്കും. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം ആരോട് മല്ല് പിടിച്ചു? യാക്കോബിനോട് മല്ല് പിടിച്ചു. ആര് ജയിക്കയില്ല എന്ന്? യാക്കോബിനെ ആ മനുഷ്യൻ, അത് ഒരു പുരുഷൻ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ അത് കർത്താവിൻ്റെ ദൂതൻ, ഹിസ് ഏഞ്ചൽ എന്ന് എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ ദൂതൻ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആരടുത്ത് ജയിക്കില്ലെന്ന് വായിക്കുമ്പോൾ തന്നെ ശുദ്ധ അസംബന്ധമായിട്ട് തോന്നുന്നു അല്ലേ? വായിക്കും. അവന് ജയിക്കയില്ല എന്ന് കണ്ടപ്പോ എന്നെ വിടുക. ആരാ പറയണേ? സ്വർഗത്തിലെ ദൂതന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. എടാ യാക്കോബ്, എന്നെ ഒന്ന് വിടുകണം, എനിക്ക് പോവാൻ സമയമായി. നീ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരുന്നാലും ഈ കാര്യം വായിക്കും സിസ്റ്ററെ.
ആ ആ ജീവിതത്തിൽ ഇന്നേ വരെ ആരെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടേ ചിലത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കിത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ യാക്കോബിന്റെ വിഷയം മാത്രം പ്രസംഗിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗം വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചർ. എൻ്റെ ഒരു ചോദ്യം, ഒരു ദൂതൻ വന്ന് നിന്നാൽ ബൈബിളിന്റെ കണക്കനുസരിച്ച്, പഠിപ്പിക്കലനുസരിച്ച് ഒരു 12 അടി പൊക്കം മിനിമം കാണും. ദൂതൻ വന്ന് നിന്നാൽ ഒരു 12 അടി പൊക്കം കാണും. ഇനി അയാൾക്കൊരു എല്ലാം നെഞ്ച് വിരിവും കൂടെ ഒരു 3 അടി വീതി ഉണ്ടെന്ന് വെച്ചോ, 3 അടി വീതിയും 12 അടി പൊക്കമുള്ള ഒരാളും എൻ്റെ അത്ര പൊക്കവും വണ്ണമുള്ള ഇത്രയും കണക്കാക്കിയാൽ മതി. ഒരു സാമാന്യ മനുഷ്യന്റെ പൊക്കം 5.5 അടി അല്ല 5.25 അടി പൊക്കമുള്ള ഞാനും തമ്മിൽ മല്ലയുദ്ധം ചെയ്ത മൽപ്പിടുത്തം നടത്തിയാൽ ആര് ജയിക്കും? പറ, കോമൺ സെൻസ്, ആര് ജയിക്കും? ദൂതൻ ജയിച്ചിട്ട് എപ്പോഴേ ഇയാളെ തട്ടി അവിടെ ഇട്ടിട്ട് പോവേണ്ട സമയം കഴിഞ്ഞു. പിന്നെ എന്തേ ദൂതൻ പോയില്ല? അവിടെ മല്ല് പിടിച്ചെന്ന് എഴുതിയിരിക്കുന്നു അല്ലേ? യഥാർത്ഥത്തിൽ ഫിസിക്കൽ മല്ല അല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഫിസിക്കലി യുദ്ധം ചെയ്യുക, റെസ്ലിംഗ് റെസ്ലിംഗ് ചെയ്യുകയല്ലായിരുന്നു. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഈ ഗോതയിൽ കിടന്ന് ഇവര് മല്ല യുദ്ധം ചെയ്യുന്ന പോലെ മസിൽ പവർ കാണിക്കുകയല്ലായിരുന്നു ചെയ്തത്. യാക്കോബ് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടോ? യാക്കോബ് എവിടെയൊക്കെ കടവിന്റെ തീരത്തെത്തിയാലും കടവുകളെത്തി. അപ്പോൾ ഈ നദി ഇവിടെ വായിക്കുന്നത് എന്ത് ചെയ്തു? ഈ നദി കടത്തി അപ്പുറത്തേക്ക് തനിക്കും തൻ്റെ കൂടെ ഉള്ളവരല്ലേ. 22-ാമത്തെ വാക്യവും അതിന് തൊട്ട് മുമ്പിലുള്ള വാക്യമൊക്കെ വായിക്കുമ്പോൾ, വീട്ടിൽ പോയി വായിച്ചാൽ ഇപ്പോഴൊന്നും വായിക്കണ്ട. അപ്പോൾ വായിക്കുമ്പോൾ എന്തോ കാണുന്നത്? തനിക്കുള്ളവരെ എല്ലാം താൻ കടവ് കടത്തിയതിന് ശേഷം താൻ പോയില്ല, അപ്പുറത്ത് പോവാതെ ഇപ്പുറത്ത് വന്നു. അർത്ഥം യാക്കോബിന് അറിയാം, താൻ പ്രാർത്ഥിച്ചാൽ, എൻ്റെ കൂടെ ഉണ്ടോ? താൻ പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ, എൻ്റെ കൂടെ ഉണ്ടോ? താൻ പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം? യാക്കോബിനറിയാം. കാരണമുണ്ട്. തൊട്ട് മുമ്പിലെത്തിയ അധ്യായങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് ഒരു ദർശനം കാണുന്നുണ്ട്. യാക്കോബ് കണ്ട ദർശനം എന്തുവാ? ഒരു ഗോവേണി, അത് സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ നിൽക്കുന്നു. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇമാജിൻ ചെയ്തു, ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ദൂതന്മാർ അങ്ങോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഈ ദർശനത്തിൽ അയാൾ കണ്ടതും കേട്ടതും എന്തുവാണെന്നറിയാമോ? അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ എണ്ണമറ്റ നക്ഷത്രത്തെ പോലെയും ഭൂമിയിലെ കടലിന്റെ തീരത്ത് കിടക്കുന്ന മണൽ തരി പോലെ. ഒരു പിടി മണൽ നിങ്ങൾ വാരി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റും. മണൽ എണ്ണ തിട്ടപ്പെടുത്താൻ പറ്റും. ഒരു പിടി മണല് 1 വർഷം കൊണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് എന്ത് ചെയ്യാം? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ അധികം സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അയാൾക്ക് അറിയാം. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എൻ്റെ സഹോദരനെ നല്ലതുപോലെ അറിയാം. അപ്പോൾ കടിഞ്ഞാനിട്ട് പോവുകയാണ്. അപ്പോൾ ഈ യാക്കോബിന് കിട്ടിയ അനുഗ്രഹം അതല്ല. യാക്കോബിന് കിട്ടിയ അനുഗ്രഹം, നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഇനി എൻ്റെ ഒരു സംശയം, ഒരു പിടി മണലെടുത്താൽ നിങ്ങൾ എണ്ണും, ഒരു പിടി പൊടിയെടുത്ത് നിങ്ങൾ എണ്ണോ? മിണ്ടുന്നില്ലല്ലോ. അർത്ഥം, ദൈവം ഒരുവന്റെ ലൈഫിൽ ഇറങ്ങി വന്നപ്പോ, ഒരുത്തൻ ദൈവത്തോട് കയറി ചെന്നപ്പോൾ, അവൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം ഇറങ്ങി വന്നു, ഇയാൾ കയറി ചെന്നു. രണ്ടും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ സംഭവിച്ചപ്പോൾ, ഇപ്പോ യാക്കോബ് ഈ സ്ഥലത്ത് സ്വപ്നം കാണുമ്പോൾ യാക്കോബ് ഒറ്റയ്ക്കായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഞാൻ പറയും, ഇപ്പോൾ യാക്കോബ് എങ്ങനെയാണ്? കൂട്ടത്തോടെ അല്ല, യാക്കോബ് ഒറ്റയ്ക്കായവൻ പ്രാർത്ഥന കഴിച്ച് താൻ കിടന്നുറങ്ങുമ്പോൾ താൻ കണ്ട സ്വപ്നമാണ്. നിന്റെ സന്തതിയെ നിന്റെ അപ്പനോട് പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ട്, പ്രൈസ് ദി ലോർഡ്, അതും അവര് കണ്ടില്ല. ശരിയല്ലേ? ആകാശത്തിലെ നക്ഷത്രം പോലെയും ഭൂമിയിലെ മണൽ പോലെയും ആക്കുമെന്ന് പറഞ്ഞിട്ട് അവർ കണ്ടോ? ഇല്ല. അപ്പോഴായിരിക്കുന്ന ബോണസ് ആയിട്ട് ഭൂമിയിലെ പൊടി പോലെ ആക്കുമെന്നാ പറഞ്ഞു. എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോളാൻ. ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വാഗ്ദത്തം കേട്ട യാക്കോബിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നാ പിന്നെ എന്നെ അനുഗ്രഹിക്കാതെ പോകണമെന്ന് കാണട്ടെ. അല്ല, എൻ്റെ കൂടെ ഉണ്ടോ? സത്യത്തിൽ ഇപ്പോൾ യാക്കോബിനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. അതിനുള്ള സമയം യാക്കോബിന്റെ ലൈഫിൽ ആയില്ല. പക്ഷെ യാക്കോബിനെ അറിയാം, ഈ കടവ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് വേറൊരു പഠിപ്പിക്കലാണ്, ഞാനിലേക്ക് പോകുന്നില്ല. ഈ കടവ് ഞാൻ എങ്ങാനും അനുഗ്രഹം പ്രാപിക്കാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇതോടുകൂടെ, ഹല്ലേലൂയ, എൻ്റെ ലൈഫ് ഇത് തീരുന്നതിന് മുമ്പേ ഞാനൊരു നേഷനായിട്ടല്ലാതെ അപ്പുറത്ത്, അതെന്ന് വെച്ചാൽ ഒരു രാജ്യമായിട്ട്, ഇന്ന് ഭൂമിയെ കിടുകിട വിറപ്പിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തിന്റെ പേര് തനിക്കാ വന്നത്.
നിന്ന് അത് ഉത്ഭവിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടോ? ഇസ്രായേൽ ഗോത്രം 12 തന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഓ ഹല്ലേലൂയ, എന്റെ കൂടെ ഉണ്ടോ? അത്ര വലിയൊരു അനുഗ്രഹം തനിക്ക് കൊടുത്തതല്ല, പിന്നെന്താണ്? പറ, പിടിച്ചു വാങ്ങിച്ചതാണ്. എന്റെ കൂടെ ഉണ്ടോ? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ദൈവമേ ഞാൻ എന്റെ ഒരു ചോദ്യമാണ്, ഇറങ്ങി വന്ന ദൈവത്തോട് ഇങ്ങനെ പറയാൻ ആർക്കാ തൻ്റെ ഇടം ഉള്ളത്? നിങ്ങൾക്കുണ്ടാകണം. എന്റെ കൂടെ ഉണ്ടോ? ഭൂമിയിലുള്ള സാധാരണ ചിന്ത കൊണ്ട് ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഇവിടെ ദൈവത്തോട് പിടിച്ചു വാങ്ങിക്കുകയാണ്. ഓ ഹല്ലേലൂയ, എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? പിടിച്ചു വാങ്ങിക്കാൻ നിങ്ങൾ റെഡിയാണോ? ദൈവത്തിൽ നിന്ന് ചിലത് ചോദിച്ച് പിടിച്ചു വാങ്ങിക്കാൻ. ദൈവം പറയും തരാൻ നിർവാഹമൊന്നുമില്ല, ഇപ്പൊ തരാൻ പറ്റുകയില്ല, ഇപ്പൊ തന്ന പ്രശ്നമാണ്. പക്ഷെ നീ പറഞ്ഞു ആ പ്രശ്നം അങ്ങ് കയ്യിൽ വെച്ചാൽ അത് എനിക്കിഞ്ഞ് തരാനുള്ളത്. എന്റെ കൂടെ ഉണ്ടോ? ഉണ്ടോ? പിടിക്കാൻ റെഡിയാണോ? പിടിക്കാൻ നിങ്ങൾ റെഡിയാണോ? മക്കളെ ചോദിക്കണോടാ, ചോദിച്ചു വാങ്ങിക്കണം. ദൈവത്തോട് പിടിച്ചു വാങ്ങിക്കണം. തരില്ലെന്ന് പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ ഞാൻ കയറ്റി പറയട്ടെ, ഇനി എങ്ങനെയാ പിടിച്ചു വാങ്ങിക്കണേ? ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ യാക്കോബിന്റെ ഒരു സ്വഭാവം ഉണ്ട്. അയാൾ എവിടെ ചെന്നാൽ എന്തോ ചെയ്യും? ഒറിജിനൽ ബുക്ക് അനുസരിച്ച്, എഴുത്തനുസരിച്ച് അയാൾ പ്രാർത്ഥിച്ചെന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒറിജിനൽ ബുക്ക് അനുസരിച്ച് അയാൾ ആരാധിച്ചു അല്ലേ? അവിടെ ഈ സ്വപ്നം കണ്ടതിന് ശേഷം അയാൾ എന്താ ചെയ്യുന്നത്? ഒരു കുപ്പി എണ്ണ എടുത്ത് എന്ത് ചെയ്തു? കുറച്ച് എണ്ണ എടുത്ത് കല്ലും എടുത്തു വെച്ചു. വർഷിപ്പ്. ഇയാൾ ആരാധിക്കാൻ മിടുക്കനായിരുന്നു. ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ലൈഫിൽ അനുഗ്രഹം കാണണമെങ്കിൽ ആരാധിക്കണം, ആരാധിക്കണം, ആരാധിക്കണം. കിട്ടുന്ന സമയം ദൈവത്തിനോട് ആരാധിക്കണം. പൗലോസ് പറയുന്നു, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം, നാവ് കൊണ്ട് ദൈവത്തിനെ ആരാധിക്കണം. ഹൃദയം കൊണ്ട് ദൈവത്തെ കുറിച്ച് ചിന്തിക്കണം, അത് വാ കൊണ്ട് പറയണം. ഓ ഹല്ലേലൂയ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ നല്ലൊരു അന്തരീക്ഷത്തിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം ദൈവത്തിന്റെ സാന്നിധ്യം വന്നിട്ടുണ്ടെങ്കിൽ പരിഹാരം നടന്നു കഴിഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് പരിഹാരം ഉണ്ട് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. കമോൺ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം കർത്താവിന് സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞ് യേശുവിന് മഹത്വം. ഒരു 2 വ്യക്തികളെ കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ, അല്ലാതെ ഇത് ഫുൾഫിൽ ആകുകയില്ല. ഞാനത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അസ്ഥി സംബന്ധമായ ചില രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് തിരിച്ചറിയുമ്പോൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു. അസ്ഥി സംബന്ധം, നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല, അസ്ഥി സംബന്ധിച്ചുള്ള രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. ഭയങ്കരമായ ബോൺ ഡിസീസുകൾ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് എന്തൊക്കെയോ ചെയ്യുവാനുണ്ട്. മസിൽ പെയിനുകൾ, ആ പദം എന്നെ ഭയങ്കരമായിട്ട്, ഞാൻ അത് വന്ന് കയറിയും തൊട്ട് ഞാൻ അങ്ങനെ മസിൽ പെയിൻ ഒന്നും അധികം ഉള്ള ഒരു തരമൊന്നുമല്ല. പക്ഷേ വന്ന് കയറിയ സമയത്ത് തൊട്ട് എനിക്കത് സെൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് അങ്ങനെ ഒരു ഭയങ്കര മാസീവായിട്ടൊരു ഹീലിംഗ് നടക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞു നാട്ടെ. വലിയ ദൈവപ്രവൃത്തി കർത്താവ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരു വ്യക്തിയെ കൂടെ 2 വ്യക്തികളുണ്ട്. അതിൽ 2 വ്യക്തികൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് അത് കർത്താവിൻ്റെ ദാസ് തൊട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ്. ഒരു പ്രധാനപ്പെട്ടൊരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തരികയാണ്. മത്തായി സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രം ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം എത്ര പേർ കേട്ടിട്ടുണ്ട്? കനാന്യ സ്ത്രീ യേശുവുമായിട്ടുള്ള വാക്കുതർക്കം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. എൻ്റെ ഒരു ചോദ്യം, അന്നത്തെ സിസ്റ്റം അനുസരിച്ച് യേശു ഇറങ്ങി വന്നത് ജാതികളെ വിടിവിപ്പാനല്ല. അർത്ഥം എന്ന് വെച്ചാൽ യഹൂദരായിട്ടുള്ള ദൈവം തിരഞ്ഞെടുത്ത കുറച്ച് വ്യക്തികളെ മാത്രം അനുഗ്രഹിക്കാനാണ് യേശു ഇറങ്ങി വന്നത്. അതുകൊണ്ട് യേശു പറയും, ഇസ്രായേൽ ഗൃഹത്തിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടുള്ളത് ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ഈ സ്ത്രീ ഇസ്രായേൽ ഗ്രഹത്തിന് വെളിയിലുള്ളവളാണ്. ഇവളുടെ പാരമ്പര്യം നോക്കിയാൽ ശാപം പിടിച്ചവളാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇത്തിരി അനുഗ്രഹം ഉള്ളതല്ല, ഇത്തിരി ശാപവും കുഴപ്പവും പ്രശ്നവും ഉള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഈ സ്ത്രീ വരുന്നത്. അപ്പോൾ യേശു എവളെ നോക്കിയിട്ട് മിണ്ടിയില്ല. ശിഷ്യന്മാർ പറഞ്ഞു, ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തിരി കരയുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു ഇത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, യേശു പ്രാർത്ഥന കേൾക്കുന്നില്ല. യേശു പ്രാർത്ഥന കേൾക്കാത്ത സമയമുണ്ടോ? ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. പ്രാർത്ഥന യേശു കേൾക്കുന്നില്ല. എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഇപ്പോൾ യേശുവിന് അത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ? സ്വർഗത്തിലെ നിയമം അനുസരിച്ച്, ആ പദം ശക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം പിതാവ് പറഞ്ഞു വിട്ടത് മാത്രമേ യേശുവിന് ഇവിടെ ചെയ്യാൻ അനുവാദമുള്ളൂ. അതനുസരിച്ച് യേശുവിന് ചെയ്യാൻ പറ്റില്ല, യേശു ചെയ്യത്തൂല്ല. പക്ഷേ ഈ അമ്മയുടെ പറച്ചിലിൽ യേശു വീണുപോയി. ആമേൻ. യേശു പറയുന്നുണ്ട്, നീ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് കാണുന്നുണ്ട്. അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ നിങ്ങളുടെ അടുക്കിലേക്ക് എന്നെ എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. എന്നാൽ അവൾ വന്ന്, കർത്താവെ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവനെ
നമസ്കരിച്ചു. ആ പദം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരാധന കഴിച്ചു. എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞ? ആരാധിച്ചവന്റെ ലൈഫിലേക്ക് ആരാധിച്ചപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്? ഇല്ലാത്തതിനെ പിടിച്ചെടുത്തത്. നിങ്ങൾ ചോദിക്കും എങ്ങനെയാ പിടിച്ചെടുത്തതെന്ന്. ഞാൻ അവസാനം പറയാൻ വേണ്ടിയിട്ട് വെച്ചെന്നെങ്കിലും കയറ്റി പറയാണ്. ആരാധിക്കുന്നവനാണ് ഇത് പിടിച്ചെടുക്കുന്നത്. നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാ പിടിക്കുന്നത്, ഇതെങ്ങനെയാ പിടിക്കുന്നത്? ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളൊരു വിഷയത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാട്ട്, പ്രാർത്ഥന, സ്തുതി, ആരാധന പുറത്തു വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിൽ ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ട പ്രവചനങ്ങൾ, നിങ്ങൾ കേട്ട ദൂതുകൾ, നിങ്ങൾ കേട്ട ആലോചനകൾ ഇപ്പോൾ മക്കളുടെ വിഷയമായിട്ടോ വീട്ടുകാരുടെ വിഷയമായിട്ടോ ഏതെങ്കിലും ഒരു വിഷയമായിട്ടാണ് നിങ്ങൾ കയറി അവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ വിഷയം നടന്നുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ സാമ്പത്തികമായിട്ട് നിങ്ങൾ വിഷയമാണോ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ സംഭവിക്കും. എൻ്റെ ലൈഫാണ് പറയണത് കേട്ടോ. ബൈബിളിലുള്ളതൊക്കെ പിന്നെ എൻ്റെ ലൈഫാണ് പറയണത്. വേറെ ആരുടെ ജീവിതം പറയേണ്ട കാര്യമില്ല, എൻ്റെ ലൈഫാണ് പറയുന്നത്. അപ്പോൾ അവിടെ 25-ാമത്തെ വാക്യം, എന്നാൽ അവൾ വന്ന് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ അപ്പോൾ നമസ്കരിച്ചപ്പോൾ യേശുവിൻ്റെ സ്നേഹം മക്കളുടെ അപ്പം എടുത്ത് നല്ല വർത്തമാനമാണോ പറഞ്ഞേ? അല്ല, നായ്ക്കുട്ടിയെന്ന് അവളെ വിളിച്ചേ. നമ്മളെ ഭാഷയിലാണെങ്കിൽ എന്തോ വിളിക്കുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. നായ്ക്കുട്ടി എന്ന് പറയുമ്പോൾ നല്ല വാക്ക് അല്ലയോ? മലയാളത്തിലുള്ളതിൽ നല്ല. അപ്പോൾ നിങ്ങളതിനെ ഊഹിച്ചാൽ മതി. എത്രയോ പേരൊക്കെ വിളിച്ചിരിക്കുന്നു അല്ലയോ? നമ്മളെയൊക്കെ എന്തെല്ലാം ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ യേശു എന്ത് ചെയ്ത്? നായ്ക്കുട്ടികൾക്കുള്ളതെടുത്ത് മക്കൾക്ക് എന്ത് ചെയ്യില്ല, മക്കൾക്കുള്ളതെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവളെ അപമാനിച്ചു, അവളെ ഇൻസൾട്ട് ചെയ്തു. യേശു ഇൻസൾട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്? യേശു ഇൻസൾട്ട് ചെയ്തു. പക്ഷേ യേശുവിന് അറിയാം, യേശുവിന് ഇതെല്ലാം അറിയാം, എല്ലാം കർത്താവിന് അറിയാം, അപ്പച്ചനെ എല്ലാം അറിയാം. ഇൻസൾട്ട് ചെയ്തിട്ട് അവളുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, നായ്ക്കുട്ടികളും മേശവൻ ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്ക് തിന്നാൻ അർഹനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഭയങ്കര സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന വേസ്റ്റ് നമ്മൾ തിന്നോ? നമ്മൾ കഴിക്കുമ്പോൾ തെറിച്ചു വീഴുന്ന വേസ്റ്റ് നമ്മൾ കഴിക്കോ? അവള് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നീ അവിടെ ചെയ്യുമല്ലോ. ഇപ്പൊ ഇസ്രായേൽ ഗൃഹത്തിൽ കുറെ സൗഖ്യങ്ങളും വിടുതലും ഒക്കെ ചെയ്യുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തെറിച്ചു വീഴും. എന്ന് വെച്ചാൽ അവരെടുക്കാത്തത്. എൻ്റെ കൂടെ ഉണ്ടോ? എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടാത്തത്. യേശു ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ യേശുവിനെ എന്ത് ചെയ്യുന്നില്ല, അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ യേശുവിന് അവിടെ ചെയ്യേണ്ടെന്ന് ആവശ്യം ഉണ്ടായിരുന്നിട്ടും അവരുടെ വിശ്വാസം ഇല്ലായ്മ കൊണ്ട് യേശു എന്ത് ചെയ്തില്ല, അവിടെ അത്ഭുതം ചെയ്തില്ല. യേശുവിന് അത്ഭുതം ചെയ്യേണ്ട ആവശ്യമായിരുന്നു, പക്ഷെ അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടെ അധികം ഒന്നും യേശു ചെയ്തില്ല. അവൾ ഉദ്ദേശിച്ചത് ഇതുപോലെ സ്കിപ്പ് ചെയ്ത് വിടുന്ന ചില സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടാതെ അവർ കളയുന്ന അപ്പ നുറുക്കുകൾ ഇഞ്ഞങ്ങ് തന്നേച്ചാതി. എന്തോ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമോ ഇതുപോലെയൊക്കെ ഒന്ന്? ഈ ദിവസങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ചിലതൊക്കെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. അവള് പറയുന്ന ഭൂതോപദ്രവം. യേശു പോയോ അവളുടെ വീട്ടിൽ? പോയില്ല. അവളിത് പറഞ്ഞു തീർന്നപ്പോ തന്നെ സൗഖ്യം. എൻ്റെ കൂടെ ഉണ്ടോ? അവളുടെ സ്റ്റേറ്റ്മെന്റ് 27-ാമത്തെ വാക്യം, അതിന് അവൾ കർത്താവേ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശുവോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ? ഇനി എൻ്റെ ഒരു ചോദ്യം, എവള് ചോദിച്ച് മേടിച്ചതാണോ പിടിച്ചു മേടിച്ചതാണോ? എൻ്റെ കൂടെ വാ. ഇവള് ചോദിച്ച് മേടിച്ചതോ പിടിച്ചു മേടിച്ചതോ? പിടിച്ചു മേടിച്ചാണ്. അങ്ങനെ ഇപ്പൊ കർത്താവ് പറഞ്ഞു ഇതൊന്നും ഇപ്പൊ തരാനൊന്നും പറ്റിയല്ല, കർത്താവിന്റെ ഇങ്ങോട്ടാണ് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ മക്കളെ? എൻ്റെ കൂടെ ഉണ്ടോടാ നിങ്ങൾ? ഇതുപോലെ ആയിരിക്കണം ഈ ദിവസങ്ങളിൽ. തരാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞാലും പറയണം, ഇല്ല പറ്റിയല്ല, ഞാൻ കൊണ്ടേ പോകത്തുള്ളൂ. കുറച്ച് നാളായി ഈ സാധനം എൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നു. ഈ മെസ്സേജ് ഇതിപ്പം ചുട്ടെടുത്ത പിന്നെ സാധനമാണ്. പയ്യ പഴക്കമൊന്നും പോയില്ല, കുറച്ച് നാളാവുന്നതേ ഉള്ളൂ. ഒരു 2 ആഴ്ച പോലും ആയില്ല ഈ സാധനം. കാര്യം ഇതിൻ്റെ കുറേ സാധനങ്ങൾ കുറേ നാൾ കൊണ്ട് എൻ്റെ അകത്ത് തമ്പുരാൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പല പല ഭാഗങ്ങൾ ഞാൻ ഒരു ദിവസം ഇരുന്നപ്പോൾ 3 തരം ആൾക്കാരെ കുറിച്ച് കർത്താവിനോട് സംസാരിക്കും. എനിക്ക് മനസ്സിലായി ഇതാണ് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഇനി ഒരാളിനെ കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ, ഒരാളിനെ കൂടെ. അതാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ 12 വർഷമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം, ലൂക്കോസ് സുവിശേഷം, മർക്കോസ് സുവിശേഷം, മത്തായിലാണ് നന്നായിട്ട് എഴുതുന്നത്. മത്തായി 9, മർക്കോസ് 8, ലൂക്കോസ് 8 ഐ തിങ്ക്, അങ്ങനെ എന്തോ ആണ്. അത് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ള മത്തായിലാണ്. മത്തായി 9 എടുത്ത് വീട്ടിൽ പോയി എന്ത് ചെയ്യാ വായിച്ചാൽ മതി. ഈ സ്ത്രീ വന്നിട്ടേ, നിങ്ങൾ ആ സ്ത്രീയെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അവള് വന്നിട്ട് പറയുന്നുണ്ട്, അവളെ വീട്ടിൽ ഇരുന്ന് പറയാം, അവൾക്ക് ഭയങ്കര കർത്താവിൻ്റെ ദാസൻ തൊട്ടതൊക്കെ കറക്റ്റാ, കുറച്ച് റെവലേഷനാണ് പറഞ്ഞത്, സൂപ്പറാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ 12 വർഷമായി രക്തസ്രവം ഉള്ളവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇനി പിന്നെ ഒന്നുകൂടെ കയറ്റി പറഞ്ഞാൽ
ലൂക്കോസ് കൂടെ വിശദമായിട്ട് എഴുതുന്ന ഏറിയ വൈദ്യന്മാരാലും നല്ലപോലെ അവൾ ചികിത്സിച്ചു, എന്നിട്ട് അവൾക്ക് എന്ത് ചെയ്തില്ല. ഏറ്റവും കൂടുതൽ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ഒരേ ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നു ഈ സ്ത്രീയാന്ന് തോന്നുന്നു. 12 പേരും ഊരും നാരും ഒന്നും പറഞ്ഞിട്ടില്ല, 12 വർഷമായി രക്തസ്രാവം ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, അവളെ വന്നിട്ട് അവൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് പറയുന്നു, ഞാൻ പോയി വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ ഉള്ളം കൊണ്ട് നനച്ചു. അവൾ ഉള്ളത്തിൽ അവൾക്ക് എന്ത് ചെയ്തു, അങ്ങനെ ഒരു ചിന്ത അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. മത്തായിയിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു സിസ്റ്റർ അല്ലേ? അവൾ ഉള്ളം കൊണ്ട് എത്ര 9:20 21 വീട്ടിൽ പോയി വായിച്ചാൽ മതി. മത്തായി സുവിശേഷമൊക്കെ, മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം എല്ലാം ഇത് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ചോദ്യമാണ്, ഇത് വസ്ത്രമാണ്, ഇതൊരു ഷോളാന്ന് വെച്ചോ. അവിടെ സംഭവിച്ചത് മാത്രം പറയാം, സമയം പോയതുകൊണ്ടാണ്. അല്ല, ഇത് വിശദീകരിക്കാൻ ഏറ്റവും കൂടെ വിശദീകരിക്കുന്ന സാധനം. ഇങ്ങനെ യേശു വസ്ത്രം ഇട്ടിരിക്കുന്നു, റൂമാൽ പോലെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ക്ലോക്ക് എന്നായിട്ടൊരു പദം എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ മേലങ്കി, മേലിലിടുന്ന ഷോൾ പോലെയുള്ള സാധനം. അത് അങ്ങനെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ പോകുമ്പോൾ ഈ യേശു ഗുരുവാണ്. യേശു തൽമൂദുകളെല്ലാം പഠിച്ചു കഴിഞ്ഞ് റബിയായി, എന്ന് വെച്ചാൽ പിന്നെ യേശു ഗുരുവായി തീർന്നു. വചനം പഠിപ്പിക്കാൻ കേപ്പബിളുള്ള അന്നത്തെ ഏറ്റവും വലിയ പ്രമാണിയായി തീർന്നു യേശു. അത്രയും, അതുകൊണ്ട് എല്ലാവരും യേശുവിനെ എന്ത് വിളിച്ചത്, ഗുരു. കാര്യം ഈ സാധനം കണ്ടാൽ ഗുരുവാന്ന് ഓർത്തോണം. അപ്പോൾ യേശു ഇത് ഇട്ടുകൊണ്ട് നടക്കണോണ്ട് യേശുവിനെ തോറ മുഴുവനൊക്കെ പഠിച്ച് കാലക്കി എല്ലാം പഠിച്ച് ഓരോ വചനം ഇതാണ്ട് ഇതേപോലെ ഓരോരോ വസ്ത്രത്തിൻ്റെ ഓരോ തൊങ്ങലുകളിൽ എന്ത് ചെയ്യും, എഴുതി കെട്ടി എഴുതിയിട്ടിരിക്കും. അപ്പോൾ യേശുവിൻ്റെ ഷോൾ ഇതുപോലെ കിടക്കുന്നു വെച്ചോ. അവൾ പറഞ്ഞ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇതിന് ശേഷം നിങ്ങൾ വായിക്കണം, ഈ സംഭവം നടന്നതിന് ശേഷം പിന്നെ ആളുകളെല്ലാം ഇവിടെ വന്ന് തൊടുമായിരുന്നു. വായിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ വേണ്ടിയിട്ട് അവർ അനുവാദം ചോദിച്ചു, യേശു അനുവാദം കൊടുത്തു, തൊട്ടവർക്കെല്ലാം സൗഖ്യം വന്നു. അങ്ങനെ ഒരു പദം ബൈബിളിനകത്തുണ്ട്. ഈ സംഭവത്തിന് ശേഷം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ യേശുവിനോട് എല്ലാവരും വന്ന് എന്ത് ചെയ്തു, അനുവാദം ചോദിച്ചു. യേശു അനുവാദം കൊടുത്തു, തൊട്ടവർക്കെല്ലാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ തുടക്കമാണല്ലോ പ്രശ്നം, എല്ലാം തുടങ്ങുന്നത്. ഈ വസ്ത്രം എന്ന് പറയുന്ന സാധനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, യേശുവിനെ വന്ന് ഇവളെന്ത് ചെയ്തു, തൊട്ടു, യേശുവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എൻ്റെ ഒരു ചോദ്യം, യേശുവിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻ്റാണ്, എന്നെ തൊട്ടതാരും. എൻ്റെ ഒരു ചോദ്യമാണ്, യേശുവിനെ ആരാ തൊട്ടെ? അല്ലേ, യേശു അങ്ങനെയല്ലേ പറഞ്ഞേ, എന്നെ തൊട്ടതാരും. ഇപ്പൊ ശിഷ്യന്മാർക്ക് ഒരു കൺഫ്യൂഷൻ, യേശുവിന് വല്ലതും പറ്റിയോ എന്ന് വെച്ചാൽ ഈ ഇത്രയും ജനത്തിന്റെ തിരക്കിൽ നിന്ന് യേശുവിനെ തൊട്ടും പിടിച്ചും തലോടിയും ഒക്കെ ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. പക്ഷെ യേശു പറയുന്നുണ്ട്, എന്നെ തൊട്ടതാര്? എല്ലാവരും പോയോ? മക്കളെ പറ, യേശു ചോദിക്കും എന്നെ തൊട്ടതാര്? അപ്പൊ എന്റെ മറുപടി, അനി യേശുവിനെ ആരാ തൊട്ടെ? വസ്ത്രത്തിന്റെ തൊങ്ങലല്ലയോ തൊട്ടെ? അടാ അതാ ചോദിച്ച, ആരാ തൊട്ടെ? എന്നെ ആരാ തൊട്ടെ? അപ്പൊ വീണ്ടും ഒരു ചോദ്യം, യേശുവെ അതിൽ എഴുതിയിരിക്കുന്ന വചനത്തിലല്ലയോ തൊട്ടെ? അതാ ചോദിച്ച, എന്നെ തൊട്ടതാർ? വല്ലതും പിടികിട്ടിയോ? ഹല്ലേലൂയ. എടാ, വചനം എന്ന് പറഞ്ഞാൽ ആരാ? അത് യേശുവാണ്. യേശു പറയുന്നു, ഈ വചനം എന്ന് പറയുന്നത് ഞാനാണ്, എന്നെ തൊട്ടതാര്? പലരുടെയും പഠിപ്പിക്കലും വെച്ച് നോക്കുമ്പോൾ അവൾ ചെന്ന് തൊട്ടത് ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു എന്നുള്ള വചനത്തിലായിരിക്കണം. ചിലപ്പോൾ ചെന്ന് തൊട്ടതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ജോസിഫസിന്റെ ഒക്കെ ചരിത്രമൊക്കെ വെച്ചൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, അത് ഉറപ്പിക്കുന്നതാണ് യേശുവിൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ്, എന്നെ തൊട്ടതാര്? ഇനി എൻ്റെ ഒരു സംശയം, ഇതിൽ തൊട്ടാ സൗഖ്യം വരുമോ? യേശു അറിഞ്ഞില്ല. യേശു അറിഞ്ഞോ? യേശു അവിടെ അറിഞ്ഞതായിട്ട് പറയുന്നില്ല. യേശു ചുറ്റും തിരിഞ്ഞു നോക്കുകയാണ്. യേശു അങ്ങനെ കാണിക്കുന്നില്ല. യേശു പറയുന്നുണ്ട്, ആരോ എന്നിൽ നിന്ന് എന്ത് ചെയ്തു, സൗഖ്യം പ്രാപിച്ചെടുത്തു. അതാരെന്ന് യേശുവിനെ പോലും അറിയാം. യേശു ചുറ്റും തിരിഞ്ഞു നോക്കുകയാണ്. ഇനി എൻ്റെ ഒരു ചോദ്യം, സംഭവിക്കുമോ അങ്ങനെ? യേശു പോലും അറിയാതെ യേശുവിൽ നിന്ന് വരുമോ? പക്ഷെ വരും. അതെന്തുകൊണ്ട്? പറ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? എന്തുകൊണ്ട്? പറ 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 ആരോ ഉറക്കെ പറ. വിശ്വാസം കൊണ്ട്. എന്തോ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പോകും, പോയവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊടും, എനിക്ക് സൗഖ്യം വരുമെന്നുള്ള അവരുടെ ഉറപ്പ്. ഓ പ്രൈസ് ഗോഡ്. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പോകും, അത് ഒന്നാമത്തെ ഉറപ്പ്. അവളെ തടയാൻ ആള് കാണത്തില്ലയോ? ആള് കാണും. പക്ഷെ അവള് പറഞ്ഞു, ഞാൻ പോകും, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊടും. അത് 2 ഫാക്റ്റാണ്. 3, ഞാൻ സൗഖ്യമാകും. ഓ
എന്റെ കൂടെ ഉണ്ടോ? അവക്ക് ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ അവൾ പറയാണ്, നിങ്ങൾ വീട്ടിലിരുന്ന് ഓർത്തിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ റൂമിൽ കയറും. നിങ്ങൾ ഓർമ്മിക്കും, ഞാൻ റൂമിൽ കയറും, ഞാൻ മുഴങ്കാൽ മടക്കും. എന്റെ മുഴങ്കാൽ മടങ്ങിയാൽ സ്വർഗം കൂടെ ഉണ്ടോ? നിങ്ങളുടെ ഉറപ്പാണ്, നിങ്ങളുടെ ഉറപ്പ്. ആ ഉറപ്പിലാണ് സ്വർഗം പ്രവർത്തിക്കുന്നത്. ഞാൻ കയറും. ആ കുഞ്ഞ്, അവള് 7ാം ക്ലാസ്സിൽ, അവൾ ആരുമില്ല വീട്ടിൽ. എൻ്റെ വൈഫിന്റെ കഥ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ കയറി പായ വിരിച്ചു. എങ്ങനെയെന്നറിയില്ല, മുഴങ്കാലിൽ നിന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അർത്ഥം, ഞാൻ പോകും, റൂം തുറക്കും, അകത്ത് കയറും, മുഴങ്കാലിൽ നിൽക്കും. മുഴങ്കാലിൽ നിന്ന സ്വർഗം മുഴങ്ങും. ഞാൻ ഇവിടെ മുഴങ്കാലിൽ നിന്ന സ്വർഗത്തിൽ ആ ശബ്ദം കേൾക്കും. എൻ്റെ ഏങ്ങലുകൾ സ്വർഗത്തിൽ കേൾക്കും. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ ഹൃദയത്തിന്റെ സ്പന്ദനം സ്വർഗത്തിൽ ഭയങ്കരമായിട്ട് മുഴങ്ങും. ആ ഉറപ്പാണ് വിശ്വാസം. ആ ഉറപ്പ്, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി വരും. ആ ഉറപ്പിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സംശയിക്കാതെ. സംശയം വരുന്നത് എന്തുവാ? ഉറപ്പില്ലാത്തതും അല്ലേ? ആ ഉറപ്പില്ല, എനിക്ക് കിട്ടുമോ കിട്ടില്ലെന്ന് ഒരു ഉറപ്പില്ല. പക്ഷെ കിട്ടുമെന്നുള്ള എൻ്റെ ഉറപ്പ്, എൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. പ്രൈസ്, അതിനാമൻ പറയണം. എൻ്റെ കോൺഫിഡൻസ് നമ്മൾ എങ്ങനെയാ നിൽക്കുന്നത്? ആ കോൺഫിഡൻസിന്റെ പുറത്താണ് നിൽക്കുന്നത്. കർത്താവ് താങ്ങിക്കൊള്ളും. ആര് കാണും, ആര് വേണോ തിരിഞ്ഞു നിന്ന് എന്ത് ചെയ്യാം? ആരാ പറഞ്ഞ പിറകിൽ നിന്ന്? പക്ഷെ ദൈവം നടത്തുമെന്നുള്ള കോൺഫിഡൻസ്. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടോ? ആ സ്ത്രീ എങ്ങനെയാ സൗഖ്യമായത്? യേശു പറഞ്ഞിട്ടോ, യേശു അറിഞ്ഞിട്ടോ? അല്ല, അവൾക്കറിയാം ഇപ്പോൾ സൗഖ്യം അനുഭവിക്കാൻ ഞാൻ യോഗ്യ അല്ല. പക്ഷെ യോഗ്യ അല്ലായിരുന്നിട്ടും എൻ്റെ ഉറപ്പ് മുഖാന്തരം, ഏതുറപ്പ്? എന്നെ അവൻ വിടുവിക്കുമെന്നുള്ള, ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള അവളുടെ ഉറപ്പ്. എൻ്റെ കൂടെ ഉണ്ടോ? മക്കളെ, നിങ്ങൾക്ക് വല്ലതും പിടികിട്ടണുണ്ടോ? ഒരു 10 ലക്ഷത്തിലധികം കടമുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? 10 ലക്ഷത്തിലധികം കടമുള്ള, 5 ലക്ഷം. അപ്പോൾ എന്നെക്കാൾ നിങ്ങൾ പാവങ്ങളാ. അപ്പോൾ 2 ലക്ഷം കടമുള്ളവോ, കടബാധ്യത ഉള്ളവർ. കോൺഫിഡൻസ് വരണം. ഹല്ലേലൂയ. കോൺഫിഡൻസ് വരണം. എൻ്റെ കൂടെ ഉണ്ടോ? വല്ലതും പിടികിട്ടണുണ്ടോ? ഞാൻ പറയണത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആ കോൺഫിഡൻസ് വരണം. ആമേൻ. ആ സ്ത്രീക്ക് എന്താ കോൺഫിഡൻസ്? പോയി വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ട് സൗഖ്യമായ ഒരു ചരിത്രം എവിടെയെങ്കിലും ഉണ്ടോ? തൊട്ട് മുമ്പ് എവിടെയെങ്കിലും ചരിത്രം ഉണ്ടോ? അത് നിങ്ങൾ നോക്ക്. അതിനുശേഷം എവളാ ചരിത്രം? എവളെ വെച്ചിട്ട് പിന്നെ ബാക്കി എല്ലാവരും വന്ന വസ്ത്രത്തിന് വിളിമ്പ് തൊട്ട് സൗഖ്യമായി. ഇനി അതിന് തൊട്ട് മുമ്പ് ആരെങ്കിലും അങ്ങനെ സൗഖ്യമായതുണ്ടോ? പിന്നെ എങ്ങനെ അവൾക്ക് വിശ്വാസം വന്നേ? അവളുടെ ഉറപ്പ്, ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള അവളുടെ ഉറപ്പ്. സൗഖ്യം അനുഭവിപ്പാൻ ഇപ്പോൾ അവൾ യോഗ്യയാണോ? യഥാർത്ഥത്തിൽ അന്നത്തെ നിയമം അനുസരിച്ച് അവൾക്ക് വീട് വിട്ട് വെളിയിറങ്ങാൻ പോലും അനുവാദമില്ല. അവളിപ്പോ എവിടെ ജീവിക്കണം? പാളയത്തിന് പുറത്ത് നിൽക്കണം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, യേശുവിന്റെ അടുത്തുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, അവളിപ്പോൾ കൃപാസനത്തിന് അടുത്തുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്നുകൂടെ കയറ്റി പറഞ്ഞാൽ അവളിപ്പോ എവിടെയുണ്ട്? അതിവിശുദ്ധ സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ പറയാം. അവളിപ്പോ എവിടെ നിൽക്കണം? പാളയത്തിന് പുറത്താ നിൽക്കേണ്ടേ. ഇപ്പൊ അവൾ എവിടെയാ നിൽക്കണേ? ഈ കൃപാസനത്തിൽ വസിക്കുന്ന സാന്നിധ്യക്കാരൻ, അതാണ് യേശു. ഹല്ലേലൂയ. നിയമം അനുസരിച്ച് പുറത്ത് നിൽക്കേണ്ടവളാ. പക്ഷെ അവക്കറിയാം അതൊക്കെ അവിടെയാ. ഇങ്ങോട്ട് വന്നാൽ നിയമമൊന്നും. എൻ്റെ കൂടെ ഉണ്ടോ? ആരുടെയൊക്കെ ഹൃദയത്തിൽ തമ്പുരാൻ ഭയങ്കരമായിട്ട് ഇടപെടുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആരൊക്കെ ഉറയ്ക്കുന്നത് എനിക്ക് മനസ്സിലായി. അവൾ അത് പിടിച്ചെടുത്തു. ശരിയോ തെറ്റോ? നിങ്ങൾ പറ. ആ സൗഖ്യം അവൾ പിടിച്ചെടുത്തു, അല്ലേ? ആ സൗഖ്യം അവള് പിടിച്ചെടുത്തു. കർത്താവിനോട് ചോദിച്ചോ, കർത്താവ് എന്നെ ഒന്ന് സൗഖ്യമാക്കണം? ചോദിച്ചോ? ഇല്ല. അവൾ ഉറപ്പിച്ചിരുന്നു, ഈ സൗഖ്യം അതെനിക്കുള്ളതാണ്, ഈ വിടുതൽ അതെനിക്കുള്ളതാണ്. ഇന്ന് സൗഖ്യമാണെങ്കിൽ അത് ഞാനാ സൗഖ്യമാവുന്നേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് അതിനുശേഷമാണ് യേശു പറയുന്നത്, ബാധ കഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക, നീ വന്ന കാര്യം നടന്നു കഴിഞ്ഞു. ആ ബാധ എന്ത് ചെയ്തു? യേശു അടുത്ത് അവൾ എന്ത് ചെയ്യാണ്? അവൾ രോഗത്തിൽ നിന്ന് സൗഖ്യമായി. അടുത്ത് യേശു അവളിൽ നിന്ന് ബാധ എന്ത് ചെയ്യാണ്? പുറത്താക്കിയ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവൾ വീട്ടിൽ ഇരുന്ന് നടക്കുമായിരുന്നു. എൻ്റെ ചോദ്യം, അവൾ വീട്ടിൽ ഇരുന്ന് നടക്കുമോ? ഇല്ല. പിന്നെ എങ്ങോട്ട് പോകണം?
ആരാ പറഞ്ഞ ആ പദം? കൃപാസനത്തോട് അടുക്കണം. കൃപാസനത്തോട് അടുക്കണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ എൻ്റെ മെസ്സേജിൽ പറയാത്ത പദങ്ങളാട്ടോ. ഞാൻ ഇങ്ങനെയല്ല, ഇത് വേറെ ഫേസിലാണ് ഈ സാധനം. അവളൊക്കെ അറിയാം, ഒരു പ്രാവശ്യം പ്രസംഗിച്ചതാ. പക്ഷേ ഇത് വേറൊരു ഫ്ലേവറിലാണ് വന്നതെന്ന്. അർത്ഥം ഇതിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തലത്തിലേക്ക് ഈ സാധനം കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന ആരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ അടുത്തൊരു തലത്തിലേക്ക് നമ്മുടെ ലൈഫിനെ തിരിക്കുകയാണ്. ഇനി എൻ്റെ ഒരു ചോദ്യം, യേശു വന്നിട്ട് പറഞ്ഞു ബലാത്കാരികൾ ചോദിച്ച് അത് അങ്ങനെയൊന്നുമല്ല. ബലാത്കാരികൾ ചോദിച്ച് എന്ത് ചെയ്യുന്നു? വാങ്ങിക്കുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലേ? നമ്മളിപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്? ദൈവരാജ്യത്തിൽ അല്ലയോ? ദൈവരാജ്യത്തിൽ ജീവിക്കുന്നെല്ലാം ചോദിച്ച് അങ്ങനെയാണോ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ പറഞ്ഞത്? നമ്മളിതങ്ങ് മറന്നു. നമ്മൾ യാചകരാകും. അയ്യാ ഒന്നുമില്ലാതെ എന്നെ അല്ലേ? നമ്മൾ അല്ലേ? നല്ലതല്ലേ? എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടുകാരെയും തമിഴ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അത്ര യാചിക്കും അല്ലയോ? യേശു പറഞ്ഞു ബലാത്കാരനെ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്ന് വെച്ചാൽ പിടിച്ചെടുക്കുന്നു. ബലാത്കാരം ചെയ്ത് എന്ത് ചെയ്യുന്നു? പിടിച്ചെടുക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? വല്ലതും പിടികിട്ടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിനകത്ത് എന്തുണ്ട്? സൗഖ്യമുണ്ട്. ദൈവരാജ്യത്തിനകത്ത് എന്തുണ്ട്? സമാധാനമുണ്ട്. ദൈവരാജ്യത്തിന് എന്തുണ്ട്? നീതിയുണ്ട്. ദൈവരാജ്യത്തിനകത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്. ദൈവരാജ്യത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല നന്മകളും എവിടെ പറഞ്ഞിട്ടുണ്ട്? ദൈവരാജ്യത്തിനകത്തുണ്ട്. ഇനി എൻ്റെ ഒരു ചോദ്യം, ഈ ദൈവരാജ്യത്തെ എങ്ങനെ പിടിച്ചെടുക്കുന്നു? ബലാത്കാരം ചെയ്ത് പിടിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടോ? എന്ന് വെച്ചാൽ നീ ആരാധിക്കുമ്പോൾ, നീ സ്തുതിക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ നിലനിൽക്കുമ്പോൾ, നീ ദൈവത്തിനെ വിശ്വസിച്ച് ആടി ഉറച്ച് ഒരൊറ്റ വാക്കെങ്കിൽ ഒരു വാക്ക്, യേശുവേ ഇന്ന് ഈ പകൽ പൗലോസ് എന്താ പറഞ്ഞേ? ഇന്ന് സുപ്രസാദ കാലം അല്ലേ? ഇന്നാകുന്നു രക്ഷാ ദിവസം. നാളെയല്ല, കഴിഞ്ഞു പോയ ദിവസമല്ല, അത് ഇന്ന്. എനിക്ക് ഇന്ന് ജീവനുണ്ട് കർത്താവേ. എനിക്ക് വിടുതലെങ്കിൽ നാളെ എനിക്ക് വേണ്ട, അടുത്ത കൊല്ലം എനിക്ക് വേണ്ട. എനിക്ക് വല്ലതും നേടണമെങ്കിൽ അതെനിക്ക് ഇന്ന് വേണം. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? കമോൺ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ അടുത്ത നാളുകളിലേക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടപ്പാ. 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല. എന്നെ അനുഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ രാത്രി, ഇന്ന് ഇതാണ് ദിവസം. ഇന്നാണ് എൻ്റെ ദിവസം. കമോൺ ചർച്ച്. വിശ്വസിക്കുന്ന ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളെ ചേർത്ത് തട്ടി കമോൺ, ശക്തിയോടെ ചോദിക്കുക ദൈവത്തോട്, തമ്പുരാനെ എന്നെ വിടുവിക്കുന്നെങ്കിൽ ഇന്ന് വിടുവിക്കണം, എന്നെ സഹായിക്കണമെങ്കിൽ ഇന്ന് സഹായിക്കണം. രക്ഷ നിങ്കിൽ നിന്ന് വരുന്നെന്ന് എനിക്കറിയാം. വിടുതൽ നിങ്കിൽ നിന്ന് വരുന്നെന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞു. 2 കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞു. സ്വർഗത്തേക്ക് നോക്കി, എല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി. അപ്പങ്കിലേക്ക് നോക്കിയിട്ട് എല്ലാവരും അതിനെന്താ പറയുന്നത്? സ്വർഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ വിളിച്ചു, യഹോവ കേട്ടു. നോക്കിയിട്ടുണ്ടെങ്കിൽ, വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളി കേൾക്കുക തന്നെ ചെയ്യും. നോക്കിയിട്ടുണ്ടെങ്കിൽ, വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പരിഹാരം വരിക തന്നെ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ലോകം നിങ്ങളെ നോക്കി പറഞ്ഞു കാണും, ഇല്ല ഇതൊന്നും അനുഭവിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഇതൊന്നും നീ അനുഭവിക്കാൻ യോഗ്യല്ല, നിനക്ക് ആ കുഴപ്പമുണ്ട്, നിനക്ക് ഈ കുഴപ്പമുണ്ട്, നിനക്ക് ആ ബലഹീനതയുണ്ട്, നിനക്ക് ഈ ബലഹീനതയുണ്ട്, ഇങ്ങനെ 100 കണക്കിന് കുറവുകളും കുറ്റങ്ങളും ലോകം പറഞ്ഞു കാണും. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, എന്തെങ്കിലും അനുഭവിക്കാനുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. എന്തെങ്കിലും അനുഭവിപ്പാനുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാണ്. നീ മാത്രമാണ് അതിന് അർഹനായിട്ടുള്ളത്.
നിനക്ക് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. ചോദിക്കുക, കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്നെ വിടിവിക്കണം, എന്നെ വിടിവിക്കണം. എൻ്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം വന്നേ പറ്റത്തുള്ളൂ. എന്താ പ്രശ്നം? നിങ്ങളെ എന്താ അലട്ടുന്നത്? നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ കുരുങ്ങി കിടക്കുന്നത്? നിങ്ങൾ ഏത് വിഷയത്തിലാണ് കുരുങ്ങി കിടക്കുന്നത്? ഞാൻ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ചില കുരുക്കുകളെ അഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ചില കുരുക്കുകൾ അഴിയുന്നത് എനിക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കുരുക്കുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിങ്ങളെ ഞെരുക്കുന്ന നിങ്ങൾക്ക് പുറത്ത് ചാടാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിന്നെയും നിങ്ങൾ കുരുങ്ങിപ്പോകുന്ന, നിങ്ങളെ കുരുക്കിക്കളയുന്ന ചിലതിൽ നിന്ന് കർത്താവ് നിങ്ങളെ ഫ്രീഡം ആക്കുകയാണ്. കമോൺ ഒരിക്കൽ കൂടെ 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ആ കരങ്ങൾ സ്വതന്ത്രമാകട്ടെ. യെസ്, ആ കരങ്ങൾ സ്വതന്ത്രമാകട്ടെ. യെസ്, യേശുവിൻ്റെ നാമത്തിൽ ആ കരങ്ങൾ സ്വതന്ത്രമാകട്ടെ. യെസ്, ഒരു ഫ്രീഡം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ തിരിച്ചറിയാൻ പറ്റും. ഒരു ഭയങ്കര ഒരു ഫ്രീഡം നിങ്ങളുടെ കരങ്ങളിൽ വരുന്നത്. യെസ്, സ്വതന്ത്രമാകുന്നു. കൈകൾ സ്വതന്ത്രമാകുകയാണ്. യെസ്, യേശുവിൻ്റെ നാമത്തിൽ. യെസ്, നിങ്ങൾക്കൊരു ഭയങ്കര ഫ്രീഡം വരുന്നത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഒരു ഭയങ്കര ഭാരം ഇരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഭാരം നിങ്ങൾക്കില്ല. യെസ്, ആ ഭാരം നിങ്ങൾക്കിപ്പോൾ ഇല്ല. യെസ്, ആ ഫ്രീഡം തിരിച്ചറിയുന്നവർ, ചില കുരുക്കുകളിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്നത് തിരിച്ചറിയുന്നവർ. യെസ്,